സാധാരണമായ സാന്നിധ്യം ഇറങ്ങി. ഒരു 12 മണി കഴിയുന്ന സമയം അങ്കിളി പറഞ്ഞ പോലെ നല്ല പ്യൂറായ പുൽത്തൈലത്തിൻ്റെ സ്മെല്ല് അവിടെ ആഞ്ഞടിക്കുകയായിരുന്നു. പ്യൂറായ സ്മെല്ല് അങ്ങനെ ഒരു സ്മെല്ല് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു സ്മെല്ല് അതിന് ശേഷം ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു പ്യൂർ സ്മെല്ലായിരുന്നു അത്. ഞങ്ങൾ അതിന് മുമ്പ് കയറിയപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അവിടെ ആരാധിച്ച് തുടങ്ങിയപ്പോൾ അതില്ല. ഒരു പ്രത്യേക സമയത്തിൽ അങ്ങനെ ഒരു സ്മെല്ലടിച്ചു. പിന്നെ അത് കുറേ നേരം അതിനകത്ത് നിറഞ്ഞു നിന്നു. പിന്നെ ആ സ്മെല്ല് പിന്നെ ഡിസപ്പിയർ ആയിപ്പോയി. ഞങ്ങൾ ആ വീടിൻ്റെ ചുറ്റും പരിസരവും എല്ലാം പോയി ചെക്ക് ചെയ്തു. അവിടെ അടിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം പിടിച്ച് മണത്ത് നോക്കി, ആരെങ്കിലും സ്പ്രേ പോലെ അടിച്ചു വന്നിട്ടുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്തു. ആമേൻ. എന്നിട്ട് ഞങ്ങൾ കൺഫേം ചെയ്തു. ആമേൻ. ആരാധനയുടെ സുഗന്ധവാസനയെ മണക്കുവാൻ എത്തിച്ചേരുന്ന ദൈവം. ആമേൻ. അപ്പോൾ ആരാധനയ്ക്കൊരു സുഗന്ധവാസനയുണ്ട് എന്നത് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. അങ്കിൾ പെട്ടെന്ന് പറഞ്ഞപ്പം എനിക്കത് ഓർമ്മ വന്നു. ആമേൻ. ചൂടത്ത് എ സി തുറക്കുന്നതും ഉള്ള സമയത്ത് ചൂട് തുറന്നു വിടുന്നതും ഇങ്ങനെ അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകുന്നതും ഞാൻ എൻ്റെ ആത്മീയാനുഭവങ്ങളിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2007 തോന്നുന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു നിയോഗം എനിക്കിങ്ങനെ തന്നു. ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ. 2007 വർഷം ഒരു ജൂൺ മാസമാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. ആമേൻ. ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ നിയോഗിച്ചു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ വന്ന്, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ആമേൻ. ഞാൻ മൈസൂരിൽ ശുശ്രൂഷിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷേ ബാംഗ്ലൂരുമായിട്ട് ആരെയും പരിചയമില്ല. ഞാൻ ബാംഗ്ലൂർ വന്ന് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നേരെ തൊട്ടടുത്തൊരു ഹോട്ടലെടുത്ത് ഹോട്ടലുകാരോട് ചോദിച്ചു, ഏറ്റവും ടോപ്പിൽ മുറി എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ടോപ്പിലൊരു മുറി തന്നു. അവിടെ നിന്ന് ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി. 3-ാമത്തെ ദിവസമായപ്പം എൻ്റെ കയ്യിലെ പൈസ തീർന്നു. അതിനുശേഷം എനിക്ക് റൂം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പൈസ ഇല്ല. അതേസമയം തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള പൈസയില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3-ാം ദിവസം 4 മണിയാകുമ്പോൾ എൻ്റെ റൂമിൻ്റെ ഹോളിംഗ് ബെൽ അടിച്ചു. ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്നു. അന്നേരം മൈസൂരിൽ എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസൻ ആ ഡോറിൻ്റെ വാതിക്കൽ നിൽക്കുന്നു. ആമേൻ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, ആമേൻ, നിങ്ങളെങ്ങനെ ഇവിടെ? ആ ദൈവദാസ് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞങ്ങളുടെ പാസ്റ്ററിനെ ദൈവം ഉറക്കിയിട്ടില്ല. ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞെന്ന് ഇന്ന ഹോട്ടലിൽ 3-ാമത്തെ മുറിയിൽ ഇങ്ങനെ ഒരു ദൈവദാസൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ അദ്ദേഹത്തെ പോയി വിളിച്ചുകൊണ്ട് വരാൻ എന്നെ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആമേൻ, ഞാൻ ആ ദൈവദാസൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അന്നേരം ആ ദൈവദാസൻ പറഞ്ഞു, ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇത്ര ശക്തമായി ഇടപെട്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇദ്ദേഹത്തെ വിട്ടത്. ആമേൻ. പാസ്റ്ററിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ ബാംഗ്ലൂരിൽ വന്നു, എൻ്റെ കയ്യിലെ സാമ്പത്തികം തീർന്നു, എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. നാട്ടിലിട്ട് പോകാനുള്ള പൈസയും ഇല്ല, എനിക്കിവിടെ ആരും പരിചയമില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നതുപോലെ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചു, പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ആത്മാവ് നിയോഗിച്ചാൽ കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ടിരുന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊരു സ്ഥലം കിട്ടിയാൽ ഇരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആൻറ്റിയുടെ വീടിൻ്റെ ടെറസിൽ ഒരു സിംഗിൾ റൂം ഫ്രീ ആയിട്ടിരിപ്പുണ്ട്, പാസ്റ്റർക്ക് അവിടെ താമസിക്കാം, ഞാൻ ആൻറ്റി വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞു, ആ റൂം എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. ആ റൂമിൽ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഒരു ജൂലൈ 25th നൈറ്റാണ്. ജൂലൈ 26th അതിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. 25th ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം, ആമേൻ, ഒരു ദിവസം പ്രഭാതം, ആമേൻ, 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതാണ് അന്നത്തെ എൻ്റെ ശീലം. ഇന്ന് ഉറങ്ങുന്ന ശീലം, അന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ശീലം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആ പ്രഭാതത്തിൽ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പ്രഭാതം ഒരു 9:30 ആകുമ്പോൾ, 8:30-9 മണിയാകുന്ന സമയം, ഞാൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു 9 മണിയാകുന്ന സമയം പെട്ടെന്ന് എൻ്റെ റൂമിനകത്ത് തണുപ്പ് ഇങ്ങനെ കയറി വരുന്നു. ഭയങ്കര തണുപ്പ് കയറി വരുന്നു. ആ റൂമിനകത്ത് AC ഒന്നും ഇല്ല. ഭയങ്കര തണുപ്പ് കയറി വരുന്നു. ഈ തണുപ്പ് കയറി വരുന്ന കണ്ട ഉടനെ ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട്. പുറത്ത് നല്ല വെയിലാണ്. അപ്പം പുറത്ത് വെയിലായാൽ അകത്തിങ്ങനെ തണുപ്പ് വരും. പുറത്ത് ചൂടാണല്ലോ, ചൂടിൻ്റെ അന്തരീക്ഷമാണല്ലോ. പിന്നെ അകത്ത് തണുപ്പ് വരുന്നത് എന്ത്? കുറച്ച് നിമിഷം വീണ്ടും പ്രാർത്ഥിച്ചു. ഈ തണുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ഈ
തണുപ്പ് കൂടുന്നത് അനുസരിച്ച് ഞാൻ കണ്ണ് തുറന്ന് നോക്കും, ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഡെഫിനറ്റ്ലി സാന്നിധ്യം അതിനകത്ത് ചലിക്കുന്നതാണെന്ന്. ആമേൻ. നിങ്ങൾക്കറിയണോ, ആമേൻ, ആ പ്രാർത്ഥന അടുത്ത പ്രഭാതം ആമേൻ ഏകദേശം 5 മണി വരെ നീണ്ടു. ഞാൻ 5 മണി വരെ കണ്ടിന്യൂവായി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വെളുപ്പാങ്കാലം ഒരു 4:45-5 മണിയാകുന്ന സമയം എൻ്റെ ബോഡി മരച്ചിട്ട് ബ്ലഡ് ഉറയുന്നത് കൊണ്ട് പെയിൻ എടുക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. ഞാൻ നിലത്ത് വീണ് നിലവിളിക്കാൻ തുടങ്ങി, ദൈവമേ എനിക്ക് പറ്റത്തില്ല, ഞാൻ ചത്തുപോകും, എൻ്റെ ഈ അന്തരീക്ഷം അങ്ങ് മാറ്റാൻ പറഞ്ഞു. പെട്ടെന്ന് ആ അറ്റ്മോസ്ഫിയർ അങ്ങ് ചേഞ്ചായി. പിന്നെ ചൂട് ഇങ്ങനെ വരുന്നു, ആ അറ്റ്മോസ്ഫിയറിൽ ചൂട് ഇങ്ങനെ വരുന്നു. ചൂട് വരുന്നവരെ ഞാൻ കണ്ണു തുറന്ന് നോക്കുന്നു. വെളുപ്പാങ്കാലം 5 മണി കഴിയുന്ന സമയം. പക്ഷെ പുറത്ത് ഇരുട്ടാണ്, തണുപ്പാണ്. പക്ഷേ എൻ്റെ മുറിക്കകത്ത് ചൂടാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഹോളി സ്പിരിറ്റിൻ്റെ ആ എൻകൗണ്ടർ എങ്ങനെ വേണമെങ്കിലും നടക്കാമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എങ്ങനെ വേണമെങ്കിലും ചലിക്കാവുന്ന ആ പ്രഭാതം ഞാൻ പ്രാർത്ഥിച്ചൊരു 6 മണിയാകുമ്പോൾ ഈ ആൻറ്റി കാപ്പിയുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. ഹോളിംഗ് ബെല്ലടിച്ചു. ഞാൻ ഡോർ തുറന്നു. ആൻറ്റി കാപ്പിയുമായിട്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കി. ഒറ്റ പോക്കാണ് പുറകിലോട്ട്. ആമേൻ. ആൻറ്റിയുടെ ശരീരം മതിലിൻ്റെ അപ്പുറത്തും ആൻറ്റിയുടെ കയ്യും കാലും ഇപ്പുറത്തും കിടപ്പുണ്ട്. ആൻറ്റി അങ്ങനെ മതിലിലേക്ക് മറിഞ്ഞു വീണു. ഞാൻ പെട്ടെന്ന് നിലവിളിച്ചു. ആമേൻ. ഓടി വന്ന് മക്കൾ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയി താഴത്തെ റൂമിൽ കൊണ്ടിട്ടു. ആൻറ്റി 2 മണി വരെ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ആൻറ്റി അവിടെ തന്നെ അങ്ങനെ മറിഞ്ഞ് കിടക്കുമായിരുന്നു. ഏകദേശം ഒരു 2 മണി കഴിയുന്ന സമയം ആൻറ്റി എഴുന്നേറ്റപ്പം ഞാൻ പോയി ചോദിച്ചു, ആൻറ്റിക്ക് എന്താ പറ്റിയെന്ന്. ആൻറ്റി പറഞ്ഞു, എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല പാസ്റ്ററെ. പാസ്റ്ററിനെ കണ്ട പാടിൽ ഒറ്റ പോക്ക് പോയത് എനിക്കറിയാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ മത്ത് പിടിച്ചിരിക്കുകയെന്ന്. എന്ന് വെച്ചാൽ ഒരു മദ്യപിച്ച ഒരു വ്യക്തി എങ്ങനെ ഇരിക്കുവോ അതേപോലെ ഇരിക്കുക. അദ്ദേഹം അന്യഭാഷ പറഞ്ഞിട്ടില്ല, ആരാധിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ജസ്റ്റ് കണ്ടു. ശക്തമായ ഒരു ആത്മസാന്നിധ്യത്തിൽ ഞാൻ അനുഭവിച്ച സാന്നിധ്യത്തിൻ്റെ ഒരു സ്പർശനം ഉണ്ടായി. ഈ ബാംഗ്ലൂരിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ആമേൻ. തെറിച്ചങ്ങ് താഴെ പോയി. നീണ്ട മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ആൻറ്റി എഴുന്നേറ്റത്. ആമേൻ. എനിക്കറിയാം പരിശുദ്ധാത്മാവിന് സൂപ്പർ നാച്ചുറലായിട്ട് ഒത്തിരി പ്രവർത്തിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന് സൂപ്പർ നാച്ചുറലായി ചലിക്കാൻ കഴിയും. നമ്മൾ പരിശുദ്ധാത്മാവിനെ പരിമിതിയിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ വിചാരം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് ചലിക്കണമെന്ന, അല്ലാതെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ നാം ചലിക്കണമെന്നല്ല. പക്ഷെ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാൽ ലിറ്ററലി പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കും. അതൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ ബഥേലിനെ കുറിച്ച് ഒത്തിരി അറിയുന്നതും കേൾക്കുന്നതും. അപ്പം ഇവിടെ നടക്കുന്ന മാനിഫെസ്റ്റേഷനൊക്കെ പിന്നിട്ട കാലങ്ങളിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ കേൾക്കാത്ത കാലത്തിൽ എനിക്കുണ്ടായ അനുഭവമാണ്. അതേപോലെ അങ്ങളെ പറഞ്ഞ പോലെ ഈ ഗോൾഡൻ ഡസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആത്മഗോളത്തിന് ഭയങ്കര ചോദ്യചിഹ്ന വിമർശനങ്ങളും ഒക്കെയാണ്. പക്ഷെ കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ബാക്കിൽ നമ്മുടെ കോവിഡിൻ്റെ ആ സീസണിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ, സൂം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ശക്തമേറിയ ആത്മസാന്നിധ്യം വെളിപ്പെട്ട ഒരു രാത്രിയും ആമേൻ ഇതേപോലെ കുറച്ച് പേർ, എനിക്ക് ആ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് പേർ ആമേൻ പ്രാർത്ഥിച്ചപ്പം അവിടെ ശരീരത്തിന് മേലെ ഡസ്റ്റ് വീണിട്ട് ആമേൻ അവർ അതേപോലെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്ന് അത്ഭുതങ്ങൾ നടന്ന സാക്ഷ്യം എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും എൻ്റെ ഫോട്ടോയിൽ, ഗാലറിക്കകത്തെ ഫോട്ടോയിലുണ്ട്. അവർക്ക് ഈ ഗോൾഡൻ ഡസ്റ്റ് വീണ അനുഭവങ്ങൾ. ആമേൻ. അത് ഓൺലൈനിൽ കൂടി പ്രാർത്ഥിച്ചപ്പം വിവിധ ദേശങ്ങളിൽ ഇരുന്ന ജനത്തിൻ്റെ മേൽ വീണ അനുഭവങ്ങളാണ് ആമേൻ എനിക്ക് അവരെടുത്ത് അയച്ചു തന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അന്നും ഇന്നും മാറിയിട്ടില്ല. ആമേൻ. കഴിഞ്ഞ വർഷം ജാനുവരി ഫസ്റ്റ് വീക്ക് ഞങ്ങൾ അപ്പർ റൂം എന്നൊരു സ്പെഷ്യൽ ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ പ്രോഗ്രാം വാഗമണിൽ വെച്ച് ഒരു 3 days ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിൻ്റെ 2ാമത്തെ ദിവസം അസാധാരണമായി സാന്നിധ്യം ജനത്തിലേക്ക് ഇറങ്ങി വന്നു. നിർത്താൻ കഴിയാത്ത അന്തരീക്ഷം വെളിപ്പെട്ടു. ഭയങ്കര അഭിഷേകവും ആത്മസാന്നിധ്യവും അതിനകത്ത് വെളിപ്പെട്ടു. അപ്പം ഞാനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവളുടെ തല കൈവയ്ക്കാൻ ഇങ്ങനെ പോയപ്പം അവളുടെ ദേഹം മുഴുവൻ ഈ ഡസ്റ്റ് ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ആമേൻ ക്യാമറമാനോട് പറഞ്ഞു, ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അത് അവൾക്കറിയത്തില്ല. അത് അവൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവളുടെ തല കൈവയ്ക്കാൻ ഇങ്ങനെ പോയപ്പോൾ അവളുടെ ദേഹത്തിൽ ഈ ഡസ്റ്റ് ഇങ്ങനെ കിടക്കുന്നു. ആമേൻ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ആരാധിച്ച് കഴിഞ്ഞിട്ട് ആമേൻ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പം അത് ഡിസപ്പിയർ ആയിപ്പോയി. പിന്നെ അത് കണ്ടും ഇല്ല. സൂപ്പർ നാച്ചുറലായ പ്രവർത്തികൾ ഇന്നും നടക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ അത് ചെയ്യട്ടെ. അത്
വിശ്വസിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ അത് കാണുക തന്നെ ചെയ്യും. ഇന്ന് പകൽ തന്നെ അങ്ങനെ ചിലത് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൈകൾ അടിച്ച് 1-2 മിനിറ്റുകൾ അന്യഭാഷകളിൽ സഭ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരാത്മമണ്ഡലം തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, ആത്മമണ്ഡലം തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് രാധനാസ്മനിഹത്തൽ കർമ്മവധനിയ പ്രഭ യാബ്രസ്മറ്റൽ പ്രഭഹത്തുൽ കരാസ്മറ്റനി ലറ്റന്തര ജവന വൈഡന പ്രഭാതവേദി യാഥോരബാല കൽമനവഗർധനമസെറ്റൽ പ്രേമവത്തിനി ബിരിയന്തരലരഭ ജവന വൈസന പ്രഭാതി യാദവർദ്ധന പ്രഭജനവധരി ഘടക ക്ഷമന മൗടി കർമ്മവധി യാദർ പ്രഭോസ്മറ്റേരിലി ബിഹീരൻ കരിയന്തരലര സെറ്റൽ പ്രഭതി ഹസ്തമനിയ. ഓ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ. ശക്തമേറിയ ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. സൂപ്പർ നാച്ചുറൽ റലങ്ങൾ തുറന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ മണ്ഡലങ്ങൾ ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കട്ടെ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവസഭയ്ക്കകത്ത് ചില ആത്മീയ ചലനങ്ങൾ നടക്കും. നിന്നുപോയ മേഖലകളിൽ ചില റീസ്റ്റോറേഷനുകൾ സംഭവിക്കും. സഭ ആദിമ അനുഭവത്തിലേക്ക് തിരിച്ചു വരും. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ നിയോഗങ്ങൾ ഇതിൻ്റെ മേൽ വീഴും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു. ആമേൻ. ഗോത്രസംഖ്യയുടെ കൂടെ ആമേൻ അഹരോന്റെ വടിയും വെട്ടിയപ്പോൾ 11 ഗോത്രങ്ങളും പറഞ്ഞു കാണും, ഇതോടെ അഹരോന്റെ ശുശ്രൂഷ തീർന്നു, അഹരോന്റെ അഭിഷേകം തീർന്നു, അഹരോന്റെ മേലെ വിളി അവസാനിച്ചു, അഹരോന്റെ കാലം കഴിഞ്ഞു, ഇനി അഹരോനൊരു ശുശ്രൂഷ ഇല്ലെന്ന്. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് 11 ഗോത്രങ്ങളുടെ വടിയും മാറ്റിവെച്ച് അഹരോന്റെ വടി തളർത്ത് പൂത്ത് ഫലം കായ്ച്ചു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇറ്റ്സ് എ സഡൻ മിറക്കിൾ. ദൈവസഭയ്ക്കകത്ത് ചില സഡൻ മിറക്കിളുകൾ നടക്കും. ചില സൂപ്പർ നാച്ചുറൽ റലങ്ങൾ ഓപ്പൺ ആകും. ആദ്യ അനുഭവത്തിലേക്ക് സഭ തിരിച്ചു വരും. ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവവൃത്തിനെ കർത്താവ് ഉപയോഗിച്ചതുപോലെ ചില ആത്മതലങ്ങളിലേക്ക് വീണ്ടും പരിശുദ്ധാത്മാവ് തിരിക്കും. എടുത്തു പറയത്തക്ക വിധത്തിൽ ചില എക്സ്ട്രാ ഓർഡിനറി മിറക്കിളുകൾ ദൈവസഭയ്ക്കകത്തിരുന്ന് ഉയർന്നു വരുന്ന സമയമെടുക്കുന്നു. സഭ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാപിക്കാൻ റെഡിയാകുക. കർത്താവേ, ഇന്ന് പകൽ അങ്ങയുടെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഭയങ്കര സാന്നിധ്യവും ശക്തിയും ഞങ്ങളുടെ നടുവിൽ ചലിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 36ാമത്തെ ദിവസത്തെ അസാധാരണ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തിരിക്കണം. ആത്മമണ്ഡലം ശക്തമായി തുറക്കപ്പെടട്ടെ. വചനത്തിൻ്റെ അസാധാരണമായ വെളിപ്പാടുകൾ ഞങ്ങളുടെ നടുവിൽ ഒഴുകട്ടെ. ഹോളി സ്പിരിറ്റുമായി ഒരു ഡിവൈൻ എൻകൗണ്ടർ ഇന്ന് പകൽ ഇതിനകത്ത് ചിലർക്ക് നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി നല്ല ആമേൻ പറയാമല്ലോ. സ്തോത്രം. നമ്മളിൽ ഏറ്റവും അധികം ആത്മമണ്ഡലം വിമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നാണ് ആത്മവിവശത, മറ്റൊന്നാണ് അന്യഭാഷ. ഇത് രണ്ടും ഇന്ന് ആത്മീയഗോളം ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ അനുഭവത്തിലേക്ക് പോയത്. എനിക്ക് ആത്മവിവശത നടന്നത് എൻ്റെ 8ാമത്തെ വയസ്സിലാണ്. എനിക്ക് ആത്മവിവശത നടന്നത് അന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത് എനിക്ക് ആത്മവിവശത നടന്നത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. അന്നും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു തെളിവൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ 2017 ഞാൻ ഹീബ്രായിക്ക് പഠിക്കേണ്ടതിന് ഹീബ്രായിക്ക് റൂട്ട്സിൽ തിരുവചനങ്ങളെ പഠിക്കേണ്ടതിനായി കോളേജിൽ ജോയിൻ ചെയ്ത ദിവസങ്ങളാണ് ഞാൻ ആത്മവിശുദ്ധ എന്ന ഭാഗങ്ങൾ വേദപുസ്തകങ്ങൾ എടുത്ത് പഠിക്കുന്നത്. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു ഭാഗമാണ് ആത്മവിശുദ്ധ ഒരു വ്യക്തിയിൽ നടന്നാൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ ഭയങ്കരമായി ചേഞ്ച് ആകുമെന്ന്, സ്വഭാവം ഭയങ്കരമായി ചേഞ്ച് ആകുമെന്ന്. ഞങ്ങൾ ഒരു 2003 തോന്നുന്നു. ഒരു ചെറിയ വീട്ടിൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പകൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പാസ്റ്റർ ഒരു ചെറുക്കന് പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടു, എന്നെ തല്ലാൻ വേണ്ടി. അദ്ദേഹത്തെ കൂട്ടത്തിൽ കയറി തല്ലണം, മീറ്റിംഗ് അലങ്കോലമാക്കണം, എന്നിട്ട് ആ മീറ്റിംഗ് ഇല്ലാതെയാക്കണം. ആ കൂട്ടായ്മ അവിടെ നടക്കരുത്, അതിനു വേണ്ടി പറഞ്ഞു വിട്ടതാണ്. ഇദ്ദേഹം നല്ല മദ്യപിച്ചിട്ടാണ് ഈ മീറ്റിങ്ങിന് കയറി വരുന്നത്.
ശക്തമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഞാനിങ്ങനെ ഇറങ്ങി ജനത്തെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്നൊരു നിയോഗം വന്ന് ഞാൻ ഓടിപ്പോയി ഈ മനുഷ്യൻ്റെ തലയങ്ങ് കൈവച്ചു. യുവാവാണ്, അദ്ദേഹത്തിൻ്റെ തല കൈവച്ചു. കൈവച്ചത് മാത്രമേ എനിക്കറിയത്തുള്ളൂ, ആളെ കണ്ടില്ല, ഒരു ഒറ്റ പോക്കായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം ആ ഫ്രണ്ടിൽ പോയിട്ട് ആ ഫ്രണ്ട് മുറ്റത്തിങ്ങനെ തെറിച്ച് വീണിട്ട് മുറ്റത്തിന് ഒരു 7-8 അടി പൊക്കമുള്ള കയ്യാലെ കൂടെ താഴെ പോയി പുള്ളി. തറയിൽ പോയി വീണു. ഞങ്ങൾ പേടിച്ചു. ഞാൻ പെട്ടെന്ന് ബ്രദേഴ്സിനെ വിളിച്ച് ഓടിപ്പോകാൻ പറഞ്ഞു. ഓടിപ്പോയി. അവിടെ പോയപ്പോൾ ഇവൻ താഴെ കിടന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളോർത്തവൻ്റെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞെന്നാണ് ഞങ്ങൾ ഓർത്തെ. പക്ഷേ ഇവൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് അവനെ പൊക്കിക്കൊണ്ട് മുറിക്കകത്ത് കൊണ്ടിട്ട് ഇവൻ നിർത്തത്തില്ല. മുറിക്കകത്ത് കിടന്ന് മദ്യത്തിൻ്റെ കട്ടുപോയി ഇവൻ മുറിക്കകത്ത് കിടന്ന് ശക്തമായ അഭിഷേകത്തെ നിറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ആരാധന ഏകദേശം 12 മണി വരെ പോയി. 12 മണി രാത്രിക്ക് ഞങ്ങൾ ചവിട്ടി നിർത്തി. അടുത്ത ദിവസം 7 മണി മീറ്റിങ്ങിന് ഈ സഹോദരൻ 6 മണിക്ക് വന്ന് ഇരിക്കുക. അപ്പം ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, എന്ത് പറ്റി, ഇന്ന് നേരത്തെ മീറ്റിങ്ങിന് വന്നല്ലോ? അപ്പോഴാണ് അദ്ദേഹം പറയുന്ന, പാസ്റ്റർ എന്നോട് ക്ഷമിക്കണം, ഇന്ന് പാസ്റ്ററിനെ തല്ലാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാ. ഞാൻ അങ്ങനെയാ ഈ മീറ്റിങ്ങിനകത്ത് വന്ന്. പക്ഷേ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററിൻ്റെ തലക്കൊണ്ട് കൈവച്ചതറിയാം. എനിക്ക് എന്താ സംഭവിച്ചെന്നറിയത്തില്ല. ഒരു ഹെവി ഷോക്കാണ് എൻ്റെ മേലടിച്ച്. ഞാൻ പോയ പോക്ക് എനിക്കറിയത്തില്ല, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പാസ്റ്റർക്ക് അറിയാമോ, ഞാൻ ജോലി കഴിഞ്ഞാൽ നേരെ ഷാപ്പിലാണ് പോകുന്നത്. ഒരു 1-2 ബക്ക് അടിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. നിന്ന നിപ്പിൽ 5-6 പാക്കറ്റ് സിഗരറ്റ് ട്രെയിൻ ഊതുന്ന പോലെ ഊതുന്നവനാണ്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ എനിക്ക് വലിക്കാനും തോന്നുന്നില്ല, കുടിക്കാനും തോന്നുന്നില്ല. എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. അങ്ങനെ ഒരു ചിന്തയായി എനിക്ക്. ഇതാണ് ഹോളി സ്പിരിറ്റിൻ്റെ എൻകൗണ്ടർ. മനസ്സിലായല്ലോ? രാമേൻ പറഞ്ഞ കർത്താവിന്. നമ്മുടെ പലപ്പോഴും ആത്മവിവശത വിമർശിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, റിയലായി വിവശത നടന്നാൽ നമ്മുടെ ക്യാരക്ടർ ഭയങ്കരമായി ചേഞ്ച് ആകും. ക്യാരക്ടർ ചേഞ്ച് ആകുന്നതാണ് ശരിക്കും പറഞ്ഞ വിവശത എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആള് മാറി വേറൊരാളായിട്ടാണ് എഴുന്നേൽക്കുന്നത്. കർത്താവ് അത് വീണ്ടും ബഥേലിൽ ചെയ്യട്ടെ. അങ്ങനെ ചിലത് ഈ സീസണിൽ വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തലം വീണ്ടും ഓപ്പൺ ആകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു ആമേൻ പറഞ്ഞ കർത്താവിന്. 2 അന്യഭാഷ. അന്യഭാഷയെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിരുന്നു. കഴിയുന്നവർ ആത്മീയൻ അന്യഭാഷയിൽ തന്നെ സംസാരിച്ച് പ്രാർത്ഥിക്കണം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. പക്ഷേ അന്യഭാഷ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. 2 അന്യഭാഷ മർമ്മങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. എനിക്കൊരാളോട് രഹസ്യം സംസാരിക്കേണ്ടത് 4 ആൾ അറിയുന്ന പോലെ സംസാരിക്കണം. എനിക്ക് നിർബന്ധമില്ല. ഞാനും ആ വ്യക്തിയും അറിയുന്നത് പോലെ സംസാരിച്ചാൽ മതി. മറ്റൊരാൾ അറിഞ്ഞാൽ അത് കുഴപ്പമാകും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 2 പേർ അറിയുന്ന ഭാഷയിൽ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു ആവശ്യവും ഇല്ല. എനിക്ക് ദൈവത്തോട് സംസാരിക്കേണ്ടതിന് ഞാനും ദൈവവും തമ്മിൽ സംസാരിക്കുന്ന കാര്യം മനുഷ്യൻ അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ആ ഭാഷയെ വ്യാഖ്യാനിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ഭാഷ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഭാഷയാണെങ്കിൽ ആ ഭാഷയിൽ ജനത്തോട് സംസാരിക്കാം. ഞാൻ ദൈവത്തോട് സംസാരിക്കേണ്ടത് എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കും. അത് രഹസ്യത്തിൽ സംസാരിക്കും, പരസ്യത്തിൽ സംസാരിക്കും, നടന്ന് സംസാരിക്കും, ഇരുന്ന് സംസാരിക്കും, കിടന്ന് സംസാരിക്കും, എങ്ങനെ വേണമെങ്കിലും സംസാരിക്കും. എനിക്ക് എൻ്റെ ദൈവത്തോട് സംസാരിക്കാൻ ഇന്ന സമയമേ സംസാരിക്കാവുള്ളൂ, ഇങ്ങനെ സംസാരിക്കാവുള്ളൂ എന്ന് നിർബന്ധമില്ല. ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും കർത്താവിനോട് സംസാരിക്കും. പക്ഷെ അന്യഭാഷ സംസാരിക്കുമ്പോൾ വരുന്ന ഗുണം എന്തെന്നറിയാമോ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന പുക പോലെ ഉയരുന്നു എന്നല്ലേ പറയപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന ഓരോ അന്യഭാഷയും അഗ്നിയായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ ഒന്ന് വാ തുറന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഊതിക്ക്, ഇങ്ങനെ കൈവച്ചിട്ട് ഊതിക്ക്. ചൂട് വരുന്നുണ്ടോ? നമ്മൾ അന്യഭാഷ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് നോക്കിക്കേ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ ആ തീയാണ് പുറപ്പെടുന്നത്. നിങ്ങൾ നല്ല കൈയടിച്ച് ശക്തിയോടെ ആരാധിക്കുമ്പോൾ നിങ്ങളിൽ ചൂടങ്ങ് വർദ്ധിക്കുന്നത് കാണാൻ കഴിയും. ആ ചൂട് അഭിഷേകത്തിൻ്റെ തീയാണ്. ഈ തീയാണ് ആത്മപടലത്തിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഉയരുന്നത്. ഇത്രയും വേറൊരു തീ കത്തിക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇവിടെ ഒരു ഭൂതവും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. മറഞ്ഞിരിക്കുന്ന സകലതും
പൊട്ടിയിരിക്കും. അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സഭയ്ക്കകത്ത് അന്യഭാഷയെ പ്രൊമോട്ട് ചെയ്യാത്തതും അന്യഭാഷ സംസാരിക്കാൻ വിടാത്തതും. പക്ഷെ ആത്മീയരെ ഞാൻ എൻകറേജ് ചെയ്യുന്നു, അന്യഭാഷകൾ പ്രാർത്ഥിച്ച് അനുഭവിച്ചവരാണെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുക തന്നെ വേണം. കൈകൾ ഉയർത്തി നല്ല ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് 1-2 ആമേൻ ചിന്തകൾ മാത്രം കൈമാറി ഈ പകൽ ഞാൻ നിങ്ങളോട് ആമേൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യം വേഗത്തിൽ ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തി വേദപുസ്തകങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി എന്നാണ് വിളിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് വിശുദ്ധ ലൂക്കോസ് ആണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രധാനമായി യേശു കർത്താവിൻ്റെ ആമേൻ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ആമേൻ അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ വരവ്, ആദിമസഭയുടെ ഉടലെടുപ്പ്, ആമേൻ അപ്പോസ്തലന്മാരെ ദൈവം ഉപയോഗിച്ച് കൃപാവരങ്ങളിൽ ദൈവം അവർ നടത്തിയ വിധങ്ങൾ, ശൗലിൻ്റെ സന്ദർശനം, പൗലോസായി മാറുന്നത്, 1, 2, 3 മിഷണറി യാത്രകൾ, ഇങ്ങനെ അടങ്ങിയതാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ വരവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് വിളിക്കപ്പെടുന്നത്. ആമേൻ അപ്പോസ്തല പ്രവൃത്തി ആമേൻ ആദ്യത്തെ അധ്യായങ്ങളിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നെ ശിഷ്യന്മാരോട് പറയുന്ന പദമ, നിങ്ങൾ യെരൂശലേമിട്ട് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് ആമേൻ യെരൂശലേമിൽ നിങ്ങൾ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എനിക്ക് സാക്ഷികളായി ഇരിക്കും. അതിനുശേഷം 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, ജനം അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അതെന്തെന്നറിയാൻ ജനം കൂടി വരുന്നു. അവിടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. അങ്ങനെ 3000 പേർ സ്നാനപ്പെട്ട് ആദിമ സഭ ഉടലെടുക്കുന്നു. പിന്നിട്ട കാലഘട്ടത്തിൽ സഭയെ അസാധാരണമായി മിറക്കിൾ മിനിസ്ട്രിയിലൂടെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. അവിടെ എന്നെ തൊട്ട കാര്യം അപ്പോസ്തലന്മാരുടെ അതിരത്തുനിന്ന് പുറപ്പെട്ട ദൈവ വചനത്തെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചുവെന്ന്. അതിനെ അർത്ഥം പ്രസംഗിക്കപ്പെടുന്ന വചനത്തെ തെളിയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കുക, പ്രവചനാത്മാവിനെ കൈമാറുക എന്ന് പറഞ്ഞാൽ പ്രവചിക്കുക, ഭൂതങ്ങൾ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ പുറത്താക്കുക, ആമേൻ ഡെലിവറൻസ് നടക്കുക എന്ന് പറഞ്ഞാൽ ഡെലിവറൻസ് നടത്തുക. സോ പരിശുദ്ധാത്മാവൻ ദൈവവചനം എന്താണോ പറയുന്നത് അതിനെ പ്രവർത്തിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഞാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു, വെളിപ്പെടുന്ന ദൈവവചനത്തെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെളിപ്പെടുത്തുന്ന പകലായി മാറട്ടെ എന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകൾ അടിച്ച് കർത്താവിനെ ആത്മാവിൽ സ്തോത്രം ചെയ്യും? അവർ ദൈവത്തിന് നന്ദി പറയട്ടെ. സ്തോത്രം. ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മൂവ് ഈ ആഴ്ചയിൽ നടക്കും. അത് എന്ന് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ഏത് സെഷനിൽ നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു സൂപ്പർ നാച്ചുറൽ റലം നടക്കും, ഒരു സൂപ്പർ നാച്ചുറൽ റലം ഓപ്പൺ ആകും. എക്സ്ട്രാ ഓർഡിനറിയായി ചിലത് സംഭവിക്കും. ദാഹിക്കുന്നവൻ അത് പ്രാപിച്ചെടുക്കുകയും ചെയ്യും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിമർശന ബുദ്ധിയോടെയോ എതിരായിട്ടോ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നല്ലതായിരിക്കുമെന്ന് ആത്മാവിൽ ഞാൻ കമന്റ് ചെയ്യുകയാ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തടയാതിരിക്കാൻ ആത്മാവിന്റെ നിയോഗത്തിന് സഭ തയ്യാറാകുക. പരിശുദ്ധാത്മാവിന് ഈ 40-ൽ ഈ ദൈവസഭയ്ക്കകത്ത് എന്തോ ചെയ്തെടുക്കാനുണ്ട്. അത് ചെയ്തെടുക്കാൻ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ സ്വപ്നത്തെ നിവർത്തിക്കുന്ന സീസണായി ആമേൻ കൃപാവര പ്രാപ്തിയോടെ എക്സ്ട്രീം ലെവലിൽ ഈ സീസണിൽ റിവൈവലിന് വേണ്ടി ദേശത്ത് തൊടുന്ന ചില അഭിഷക്ത ഗണങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന നാളുകളായും ഈ നാളുകൾ മാറട്ടെ. സഭ പ്രാപിക്കാൻ റെഡിയായിരിക്കുക. ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിന്ന് കണ്ടത്, നിർബന്ധിച്ചാരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കത്തില്ല. ആഗ്രഹിക്കുന്നവരെ മാത്രമേ അഭിഷേകം നിറയ്ക്കത്തുള്ളൂ. ദാഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ആത്മാവ് തൊട്ടിരിക്കും. ദാഹിക്കുന്നവരുണ്ടെങ്കിൽ നിറവ് വീണിരിക്കും. ഇന്ന് പകലും ദാഹിക്കുന്നവരുണ്ടെങ്കിൽ നിറച്ചിരിക്കും. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രധാനമായി നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിലെല്ലാം മിറക്കിൾ വർക്കേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും. ആമേൻ. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ ശിഷ്യന്മാർ
ദൂതന്മാരിലൂടെ ശക്തമായി വെളിപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇക്കാലത്തും ദൈവസഭയ്ക്കകത്ത് ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു, ഇതിനകത്ത് ചില എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് നടക്കട്ടെ, സൂപ്പർ നാച്ചുറലായ ചില മിറക്കിളുകൾ നടക്കട്ടെ. രോഗികൾ ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് പകൽ തിരുത്തി എഴുതണം. ഇല്ലാത്ത അവയവങ്ങൾ എനിക്ക് സൃഷ്ടിക്കപ്പെടണം. ആമേൻ. വളരാത്ത അവയവങ്ങൾ വളരണം. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് നിങ്ങളെ തൊടാനും കഴിയും, നിങ്ങളെ സൗഖ്യമാക്കാനും കഴിയും. ഈ 36ാമത്തെ പകൽ കർത്താവ് ചിലത് ചെയ്യും. നല്ല ആമേൻ പറഞ്ഞേ കർത്താവിന് സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം. കർത്താവിന് അഭിഷിക്തനായ ആമേൻ പത്രോസ്, ശിമോൻ, ആമേൻ പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോയി ദൈവിക നിയോഗത്താൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന. സോ വചനം കേട്ടാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും, പരിശുദ്ധാത്മാവ് ചലിക്കും. സോ നിങ്ങൾ വചനം കേൾക്കുക. വചനം കേട്ടാൽ നിങ്ങളുടെ മേൽ ആത്മശക്തി വ്യാപരിക്കും, പരിശുദ്ധാത്മാവ് ഇറങ്ങി. അങ്ങനെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയുന്ന പദമാണ് നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു, ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സിലാണ് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത്. ആമേൻ. 8ാമത്തെ വയസ്സിലാണ് അഭിഷേകം പ്രാപിക്കുന്നത്, പ്രവചനാത്മാവാൽ നിറയുന്നത്, ഞാൻ പ്രവചിച്ച് തുടങ്ങുന്നത്, എൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതെന്ന്. ആ കാലഘട്ടം മുതൽ പരിശുദ്ധാത്മാവിനെ ഒത്തിരി അനുഭവിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. എൻ്റെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ് പരിശുദ്ധാത്മാവ്. തിയോളജിക്കൽ ഡിഗ്രീസ് എടുക്കുമ്പോഴെല്ലാം ഹോളി സ്പിരിറ്റ് ന്യൂമറ്റോളജി എന്ന ഒരു പോർഷൻ ഞാൻ എടുത്ത് സെർച്ച് ചെയ്ത് പഠിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏകദേശം 650-ൽ പരം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 1200-ലധികം പേജുള്ള തീസിസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഹോളി സ്പിരിറ്റുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധം പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിട്ട് എൻ്റെ ബാല്യകാലം മുതൽ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്ത് വളരാൻ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. ഒരു സീസണിൽ മുഴുവൻ എനിക്ക് പ്രസംഗിക്കാൻ ഒരു ടോപ്പിക് ഉള്ളത് അത് പരിശുദ്ധാത്മാവായിരിക്കും. ഞാൻ എവിടെ പോയി പ്രസംഗിച്ചാലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമേ പ്രസംഗിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ പ്രസംഗിക്കാറില്ല. സ്തോത്രം. ആമേൻ. ഒരിക്കൽ ഈ ബാംഗ്ലൂരിൽ തന്നെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ചർച്ചുണ്ട്. അത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. 2005-ലോ 2006-ലോ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാകുമെങ്കിൽ. ആ ചർച്ചിൽ വളരെ കുറച്ച് പേർ മാത്രം ഇരിക്കുന്ന ഒരു സമയത്തിൽ ഞാൻ ആ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ എൻ്റെ വാൾ പോസ്റ്റ് അടിക്കുന്നത്. ഞാൻ ആ മീറ്റിങ്ങിൽ വരുമ്പോൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. 4 ദിവസത്തെ മീറ്റിംഗ്. ആദ്യ ദിവസം വൈകിട്ട് വ്യാഴാഴ്ച മീറ്റിംഗ് തുടങ്ങി ആരാധനയൊക്കെ തുടങ്ങി 8 മണിക്ക് 8:10 എനിക്ക് മെസ്സേജിന് സമയം തന്നു. എന്നിട്ട് ദൈവദാസൻ പറഞ്ഞു 8:35 ആകുമ്പോൾ പാസ്റ്റർ അവസാനിപ്പിക്കണം, 8:40 ആശീർവാദം പറയണം, 8:45 ജനത്തെയൊക്കെ പറഞ്ഞു വിടണം. എനിക്ക് ഇൻട്രൊഡക്ഷൻ പറയാൻ പോലും സമയമില്ല. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഒരാളോട് ദൂത് പറഞ്ഞു, ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇരുന്നു. ഞാൻ ഇരുന്ന് അടുത്ത റൂമിൽ പോയി എന്നെ വിളിച്ച അഭിഷേകത്തിനോട് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാനിവിടെ ശുശ്രൂഷിക്കത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. ഈ 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ഒരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ടൈം വേസ്റ്റാ, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒരു ദിവസം കൂടി നിൽക്കണം, നാളെയും ഞാനുണ്ട്, നാളെ ഞാനല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, നാളെയും ഇതേപോലെയാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നാളെ അടുത്ത ദിവസം നിന്നു. വെള്ളിയാഴ്ച പകൽ ഇത് തന്നെയായിരുന്നു, ശനിയാഴ്ച രാത്രിയും ഇത് തന്നെയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ പെട്ടെന്ന് മുറിക്കകത്ത് വന്നു. അദ്ദേഹം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു, ഞാനും എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. ഞാൻ പെട്ടിയെടുത്ത് ഇറങ്ങുമ്പോൾ ഒരു പ്രായമായ അപ്പച്ചനാണ്. ഓടി വന്നിന് കെട്ടിപ്പിടിച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, മോനെ പോകരുത്, ചർച്ചിനൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി മോനെക്കുറിച്ച് കേട്ടിട്ട് വിളിച്ചതാണ്, അതുകൊണ്ട് മോൻ പോകരുത്, ഇവിടെ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ചർച്ചിനകത്ത് ഒരു അന്തരീക്ഷം വെളിപ്പെട്ട് വരും. ഇത്രയും പ്രായമായ ഒരു പിതാവ് ആവശ്യപ്പെടുമ്പോൾ പിന്നെ ഞാൻ പോകുന്നത് അഹങ്കാരമായി പോകും. ഞാൻ അദ്ദേഹത്തോട് ഓക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞു, ക്ഷമ ചോദിച്ചെന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഈ ദൈവദാസൻ പോവുകയും ചെയ്തു. അടുത്ത ദിവസം പ്രഭാതം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ശനിയാഴ്ച ഈ ചർച്ചിനകത്ത് ദൈവം ഒരു ആൽമറെല്ലാം തുറന്നേ പറ്റൂ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ശനിയാഴ്ച പകൽ ഞാൻ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ പോകുന്നതിന് മുമ്പേ ആ ബിൽഡിങ്ങിൻ്റെ ടെറസിൽ കയറി അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു.
അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു കറുത്ത ബണ്ടിൽ ഒരു ഫുട്ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്നുണ്ട്. അതെങ്ങനെ ആത്മമണ്ഡലത്തിൽ ഞാൻ കണ്ടു. ഞാൻ പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്ത് താഴെ ഇറങ്ങി വന്നു. മെസ്സേജിന് സമയം തന്നപ്പം ഞാൻ സഭയോട് പറഞ്ഞു, നിങ്ങളുടെ സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഞാനിങ്ങനെ കണ്ടു. അത് പൊട്ടിയാൽ സഭയുടെ നിലവാരം മാറും. ട്രാൻസ്ലേറ്റ് ചെയ്തത് അസോസിയേറ്റ് പാസ്റ്ററാണ്. അസോസിയേറ്റ് പാസ്റ്ററിനെ തട്ടിയിട്ട് പറഞ്ഞു, നിർത്ത്, വരുന്ന എല്ലാ പ്രവാചകന്മാരുടെയും ജോലി ഇത് തന്നെയാണ്. ബന്ധനമുണ്ട്. ആരെങ്കിലും ബന്ധനത്തെ അഴിച്ചിട്ട് പോകാവോ? വരുന്നവരെല്ലാം ബന്ധനമുണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അഴിക്കാം, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താം, ഞാൻ അടിക്കാം, എനിക്ക് സമയം തരാമോ എന്ന് ചോദിച്ചു. പാസ്റ്റർ ചോദിച്ചു, എന്താ വേണ്ടിയേ? നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഹോളി സ്പിരിറ്റിനെ ചലിക്കാൻ ഒരു ടൈം ഷെഡ്യൂൾ കൊടുക്കാവോ? ഇന്ന് വിടുതൽ നടക്കുമെന്ന് പറഞ്ഞു. ആ ദൈവദാസൻ സഭയോട് ചോദിച്ചു, ദൈവമക്കളെ, ഈ 12:45 എന്ന സമയം വിട്ട് മുമ്പോട്ട് പോയാൽ കുഴപ്പമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു. ചർച്ചിന് ഏറ്റവും തലങ്കും വിലങ്ങും നിൽക്കുന്ന മൂപ്പൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു പ്രോബ്ലം ഇല്ല പാസ്റ്ററേ എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പൻ പറഞ്ഞ പിന്നെ മറ്റുള്ളവർക്ക് എന്താ ഉള്ളത്? സഭ അംഗീകരിച്ചു. ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി. സഭയുടെ ചരിത്രത്തിൽ 12:45 എന്ന ടൈം മാറ്റി 1:45 വരെ ആദ്യമായിട്ട് ശുശ്രൂഷിച്ചത് ഞാനായിരുന്നു. 1:45 വരെ അന്ന് ശുശ്രൂഷിച്ചു. 1:45 കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പം ഫ്രണ്ട് നിരയിൽ നിന്ന് ഒരു 13 വയസ്സ് പ്രായമുള്ള ഒരു പെങ്കൊച്ച് തെറിച്ചൊരു ഒറ്റ പോക്ക് പുറകോട്ട് പോകുന്നത് കണ്ടു. സഭയുടെ അന്തരീക്ഷം അങ്ങ് ചേഞ്ചായി. പിന്നെ ഭയങ്കര ആത്മമണ്ഡലം അതിനകത്ത് തുറന്നു. ജനം ഭയങ്കരമായി ആരാധിക്കാൻ തുടങ്ങി. ഈ ആരാധനയുടെ ഒടുവിൽ ഒരു 3-3:30 ആകുമ്പോൾ ഞാൻ നിർത്താൻ ശ്രമിക്കുമ്പോൾ സഭ നിർത്തുന്നില്ല. പുറകിൽ നിന്ന് ഈ മൂപ്പൻ അപ്പച്ചൻ അവിടുന്ന് കൈയടിച്ച് ആരാധിച്ച് ഫ്രണ്ടിലോട്ടൊരു വരവ്. അപ്പച്ചൻ്റെ ആരാധന കണ്ടുകൊണ്ട് സഭ മുഴുവൻ ആരാധിക്കാൻ തുടങ്ങി. ഹോൾ ചർച്ചും പിന്നെ ഫയറായി. അന്നത്തെ ആരാധന 6 മണി വരെ പോയി. 6 മണിയാകുമ്പോൾ ഞാൻ ജസ്റ്റ് റൂമിൽ പോയി ഫ്രഷായി അടുത്ത 7 മണിക്ക് മീറ്റിങ്ങിന് ഞാൻ കയറി. അന്ന് വെളുപ്പാങ്കാലം 4 മണിക്കാണ് ഞാൻ ആ ചർച്ചിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. ഈ ബാംഗ്ലൂരിൽ നടന്ന കാര്യമാണ് പറയുന്നത്. സ്തോത്രം. നിങ്ങൾക്കറിയണം, കേൾക്കണം. അടുത്ത ഞായറാഴ്ച ആരാധന, ഞായറാഴ്ചത്തെ ആരാധന വൈകിട്ട് 3 മണി വരെ പോയി. 12:45 നിർത്തുന്ന ആരാധന 3 മണി വരെ പോയി. അന്ന് ഞായറാഴ്ച ഒരു 12:15 ആകുമ്പോൾ ചർച്ചിനകത്ത് ഞാനൊരു ദൂത് കൈമാറി. അന്തരീക്ഷം അങ്ങ് മാറി. ഭയങ്കര ആത്മതലം തുറന്നു. അങ്ങനെ ആത്മതലം തുറന്ന് നിൽക്കുന്ന സമയം ഭയങ്കര ഹീലിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു അമ്മച്ചി നൈറ്റി ഇട്ടിട്ട് ഒരു ചൂലുമാട്ട് കൈ ഒടിഞ്ഞ ഒരു അമ്മച്ചി, ഒരു ആൻറ്റിയാണ്. നൈറ്റി ഇട്ട് കൈ ഇങ്ങനെ കെട്ടിയിരിക്കുക. നൈറ്റി ഇട്ടിട്ട് ചൂലുമായിട്ട് ചർച്ചിനകത്ത് ഓടി ഒരു ഒറ്റ വരവായിരുന്നു. ഈ വന്ന ആൻറ്റി അവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടേ, നേരെ എൻ്റെ മുമ്പിലേക്ക് കയറി വന്നു. വന്നപാടെ ഞാനോടി തല കൈവയ്ക്കുകയും ചെയ്തു. ഈ ആൻറ്റി തെറിച്ച് വീഴുകയും ചെയ്തു. പിന്നെ ഭയങ്കര അഭിഷേകം ആരാധനയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞ് എനിക്ക് സാക്ഷ്യം പറയണം. എന്താണെന്ന് ചോദിച്ചു. ആൻറ്റി പറഞ്ഞ ടെസ്റ്റിമണി ഇതായിരുന്നു. ഇവിടെ നിന്ന് അപ്പുറത്ത് നേരെയുള്ള സ്ട്രീറ്റിൽ 4ാമത്തെ വീടാണ് എൻ്റെ വീട്. ഞാൻ പുറത്ത് വന്ന് മുറ്റമടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ പറഞ്ഞു, അതേ ചർച്ചിനകത്ത് ഒരു ഭയങ്കര വിടുതൽ നടക്കുന്നുണ്ട്, ഉണർവ് നടക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ഓടിപ്പോ, ഇന്ന് നിൻ്റെ വിടുതലാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ചില ദിവസങ്ങൾ എൻ്റെ കൈ ഒടിഞ്ഞിട്ട് കൈ അനക്കാൻ പറ്റാതെ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കേട്ടപാടെ ഞാൻ അങ്ങ് ഇറങ്ങി ഓടി വരികയായിരുന്നു. ഇതിനകത്ത് കയറിയ ഉടനെ എൻ്റെ ഒരു സാന്നിധ്യം എന്നെ തൊട്ട് എൻ്റെ കൈ സൗഖ്യമായി. വാസ്ത്രേ, നിങ്ങൾക്കറിയണോ, ആൻറ്റി ഓടി വരുന്നത് കണ്ടിട്ട് ആൻറ്റിയുടെ പുറകെ കുറേ ആൾക്കാരങ്ങ് കയറി ഓടി വന്നു. അന്ന് ആ ചർച്ചിനകത്ത് അസാധാരണമായ വിടുതൽ നടന്നു. ഇത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കേരളത്തിലും നടന്ന കാര്യമല്ല. നിങ്ങൾ താമസിക്കുന്ന ഇതേ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ന്യൂ ഇന്ത്യ ചർച്ച് കൊടുന്നൊരു പ്രസ്ഥാനത്തിനകത്ത് ഈ ബാംഗ്ലൂരിൽ നടന്ന സംഭവമാണ് ഞാൻ ഇന്ന് പകൽ കൈമാറുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന് അന്ന് കഴിയുമെങ്കിൽ ഇന്നും കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകൾ ആടിച്ച കർത്താവിനെ പറ, എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു മിറക്കിൾ നടക്കണമെന്ന് പറ, എക്സ്ട്രാ ഓർഡിനറി ചിലത് ചെയ്യണമെന്ന് പറ, ഈ കേൾക്കപ്പെട്ട അനുഭവങ്ങളെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിലത് അനുഭവിച്ചത് കൊണ്ട് എക്കാലത്തും എങ്ങനെ പൊങ്ങി വന്നാലും എനിക്കതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ അനുഭവിച്ചവനാണ്. ഞാൻ ഇന്ന് രാവിലെ രാവിലെ രാഗി ദോശ കഴിച്ചു. അതിന് കൂടെ എന്തൊക്കെയോ കുറേ കറിവകകളും. ഇത് 1-2 കഴിക്കാം. ഇത് എത്രയൊക്കെ എല്ലാം എങ്ങനെയാണ് കഴിക്കുന്നത്? നിങ്ങൾ ഉപവാസമാണ്, സോറി. എല്ലാം എങ്ങനെയാണ് കഴിക്കുന്നത്? എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റുന്ന കഴിച്ചു, അല്ലാത്ത ഞാൻ മാറ്റി വെക്കുകയും ചെയ്തു. ഞാനിങ്ങനെ ഓർക്കോ, ഒരു മുട്ടയെ 4 പീസാക്കി പാസ്റ്റർക്കും ആൻറ്റിക്കും മക്കൾക്കും കൊടുത്ത എൻ്റെ അമ്മ
ഒരു മുട്ടയെ 4 പീസാക്കി. ആ അമ്മയുടെ മോന ഇത്രയും കൂട്ടം കരുകൂട്ടി ആഹാരം കഴിക്കുന്നത്. സ്തോത്രം. കർത്താവ് നടത്തി വന്ന വിധവേ സ്തോത്രം. ഞാൻ രാവിലെ രാഗി ദോശയും കുറേ കറിവകളും കഴിച്ചു. കറിവകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് പാസ്റ്റർ പറയാവോ? പറ്റത്തില്ല. അതെന്താ പറ്റാതെ? കഴിച്ചത് ഞാനല്ലേ. കഴിച്ചവനെ അത് അറിയത്തുള്ളൂ, കഴിക്കാത്തവൻ അത് അറിയത്തില്ല. ഞാൻ പറയാം, അനുഭവിച്ചവനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയത്തുള്ളൂ, അനുഭവിക്കാത്തവൻ അറിയത്തില്ല. അനുഭവിക്കാത്തവർ എന്തും പറയട്ടെ എന്ന്, അനുഭവിക്കുന്നവർ ആരാധിക്കാൻ, അനുഭവിക്കുന്നവർ കയറി വരാൻ, അനുഭവിക്കുന്നവർ ടേസ്റ്റ് ചെയ്യാൻ. Come on! ലോകവ്യാപകമായി ഈ സാന്നിധ്യം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിടിക്ക് 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 പിടിക്ക്. ഇന്ന് പകൽ കേൾക്കാൻ നിൽക്കണ്ട, അനുഭവിക്കാൻ നിൽക്ക്. പിടിക്കാച്ചാ പിടിക്ക്. കിലോമീറ്ററുകൾ കഴിഞ്ഞ് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ജോലി മാറ്റിവെച്ച്, തിരക്കുകളെ മാറ്റിവെച്ച്, വിശപ്പ് മാറ്റിവെച്ച്, ആഹാരത്തെ മാറ്റിവെച്ച് ഉപവസിക്കുന്നൊരു ടൈം പോസിനാകരുത്. ഇതൊരു റലം തുറക്കാൻ ഇടവരട്ടെ. എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിവുള്ളവർ ഇന്ന് പകൽ എക്സ്പീരിയൻസ് ചെയ്യണം. കേറി വരിക. അധര ജനാർദ്ദന സ്മാനവധരിയ ഐസന പ്രഭതി ഹൽക്കമന വൈശപ്രഭം യത്തുന്ദര ജരസറ്റേനി ലെക്തന്മരിയാക്കൽ പ്രഭാസ്മനി യാഥർക്കമാസ്മന വഹാന്തുരിബിഹി ദിഖമൻ യാന്തരബസെറ്റൽ പ്രഭ. ഇതുവരെ സംസാരിക്കാത്ത ഭാഷകൾ അധരങ്ങളിൽ ഒഴുകി തുടങ്ങട്ടെ. ഇതുവരെ വെളിപ്പെടാത്ത വെളിപ്പാടുകൾ അധരങ്ങളിൽ ഒഴുകി തുടങ്ങട്ടെ. പ്രാർത്ഥനാ പുരുഷൻ, പ്രാർത്ഥനാ മനുഷ്യകൾ ഇതിനകത്ത് എഴുന്നേൽക്ക. ഉയരത്തിലെ ദൈവത്തിന്റെ അഗ്നിനാവുകൾ നാവുകളുടെ മേൽ വന്ന് പതിയട്ടെ. നാവുകളിൽ തീ പതിയട്ടെ. നാവുകളിൽ തീ പതിയട്ടെ. ഈ പകൽ നിയന്ത്രണങ്ങളെ പൊട്ടിച്ച് അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് ചലിക്കട്ടെ. നിങ്ങളുടെ അടുത്തുള്ളവരെ നോക്കണ്ട, നിങ്ങളുടെ അടുത്തുള്ളവരെ നോക്കണ്ട. ഹോളി സ്പിരിറ്റ് നിങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നു ഈ പകൽ, അങ്ങനെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്ക്. ഇന്ന് പകൽ പറ, എന്നെ തൊടാതെ ഞാൻ ഈ ഫാസ്റ്റിംഗിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല. എന്നെ തൊടാതെ ഈ ചെയർ വിട്ട് ഞാൻ പോകത്തില്ല. എന്നെ തൊടാതെ ഈ ഹോൾ വിട്ട് ഞാൻ പോകത്തില്ല. എന്നെ തൊട്ടേ പറ്റൂ. സഭയോട് പ്രവചന ദൂത് പറയുന്നു, യോസഫിനെ തേടി ദേശത്തിന്റെ 4 ദിക്കിൽ നിന്നും ജാതികൾ ധാന്യം കൊള്ളേണ്ടതിന് വന്നതുപോലെ വീണ്ടും ഒരു സെക്കൻഡ് സീസൺ പരിശുദ്ധാത്മാവ് തുറക്കും. രാജ്യങ്ങളിൽ നിന്ന് ജനം ഒഴുകാൻ, അഭിഷേകം പ്രാപിപ്പാൻ, ശുശ്രൂഷ അനുഭവിക്കുവാൻ, അത്ഭുതങ്ങളെ കാണാൻ ദേശാന്തര തരങ്ങളിൽ നിന്ന് ജനം ഇങ്ങോട്ട് ഒഴുകും. ബേഥേലിലേക്ക് അടുത്തൊരു സീസണ് പരിശുദ്ധാത്മാവ് തുറക്കുന്നു. സഭ പ്രാർത്ഥിച്ച് പൊട്ടിച്ച് കയറുക. തൊടുന്നു. ഇതിനകത്ത് ആരൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുന്നു. ആരുടെ മേലേക്കോ ഒരു സാന്നിധ്യം എന്ന് പതിയുന്നു. ചിലരുടെ നാവുകൾ ഇതുവരെ സംസാരിക്കാത്ത പുതിയ ഭാഷകൾ സംസാരിക്കുന്നു. ഇതുവരെ സംസാരിക്കാത്ത പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ. ആമേൻ. ആ ലാംഗ്വേജ് മാറി വരട്ടെ. ലാംഗ്വേജുകൾ മാറി വരട്ടെ. ലാംഗ്വേജുകൾ മാറി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലാംഗ്വേജുകൾ മാറി വരട്ടെ. ഫിംഗറുകളിൽ അനോയിന്റിങ് വ്യാപരിക്കട്ടെ. ഫിംഗറുകളിൽ അനോയിന്റിങ്ങൾ വ്യാപരിക്കട്ടെ. വിരൽ നീട്ടുമ്പോൾ സൗഖ്യങ്ങളും ആമേൻ പൈശാചിക ബന്ധനങ്ങൾ ഉടയപ്പെടുന്നതുമായ ആത്മതലങ്ങൾ തുറക്കപ്പെടട്ടെ. ചില നാവുകളിലേക്ക് തീ പതിയട്ടെ, തീ പതിയട്ടെ. ഇന്ന് രാത്രി, ഇന്ന് പകൽ നിങ്ങൾ വന്നതല്ല, കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നത്. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ തലം ചേഞ്ച് ആകുന്നു. ആത്മമണ്ഡലം അസാധാരണമായി തുറക്കപ്പെടുന്നു. കൃപാവര പ്രാപ്തിയുള്ളവരെ, കൃപാവര പ്രാപ്തിയുള്ളവരെ, നീ പുറത്തു വരാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ ചിലതിനെ പിടിക്കുക.
അധര ജനഘടക സ്മാനവർദ്ധന വൈഡൽഖമനി അന്ധരലരബന സമവർദ്ധന വേദി പ്രൗഢബല രക്ഷസ്കമാനിയ യാദവർദ്ധൻ പ്രഭൂസ്മനിഹിതൽ ഖരജനവസ്മറ്റന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നസ്രായനായ യേശുവിൻ്റെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശുവിൽ പരിശുദ്ധാത്മാവ്, ശക്തി, അഭിഷേകം, ഇത് മൂന്നും ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ പരിശുദ്ധാത്മാവ്, ശക്തി, അഭിഷേകം. പറഞ്ഞ പരിശുദ്ധാത്മാവ്, ശക്തി, അഭിഷേകം. യേശുവിൽ പരിശുദ്ധാത്മാവ്, ശക്തിയും അഭിഷേകം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന് ശക്തി എന്ന് പറയപ്പെട്ടിട്ടില്ല, പരിശുദ്ധാത്മാവിന് അഭിഷേകം എന്ന് പറയപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. 3 കാറ്റഗറികളാണ് അവിടെ കാണുന്നത്. എന്താണ് ഹോളി സ്പിരിറ്റ്? ആമേൻ. എന്താണ് ശക്തി? എന്താണ് അഭിഷേകം? പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് 100% ഗോഡാണ്. പരിശുദ്ധാത്മാവ് 100% ദൈവമാണ്. 1, പരിശുദ്ധാത്മാവ് ദൈവം. 2, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന ബലമാണ് ശക്തി. ആമേൻ. പരിശുദ്ധാത്മാവ് ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ മേൽ വീഴുന്ന ഉത്തരവാദിത്യം, ദൗത്യമാണ് അഭിഷേകം. ആമേൻ. കഴുതയെ തേടിപ്പോയ ശൗലിനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് ഇസ്രായേൽ ഗോത്രത്തിന്റെ ആദ്യത്തെ രാജാവായി അഭിഷേകം ചെയ്തു. ആമേൻ. ഒരു കഴുതയെ പോറ്റുന്നവൻ രാജാവെന്ന ഉത്തരവാദിത്വത്തിലേക്ക് കയറി വന്നു. കാട്ടിൽ ആടുകളുടെ ഇടയിൽ കടന്ന ദാവീദിനെ വിളിച്ചു വരുത്തി ഇസ്രായേൽ ഗോത്രത്തിന്റെ 2ാം രാജാവായി ശൗലിന്റെ പകരക്കാരനായി അഭിഷേകം ചെയ്തു. വെറും ആട്ടിടയനെ രാജ്യത്തിന്റെ ഭരണകർത്താവിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അഭിഷേകം എന്ന് പറയുന്നത് ദൗത്യമാണ്. ഇന്ന് പകൽ ആരെങ്കിലും അഭിഷേകം പ്രാപിച്ചുവെന്ന് ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഉത്തരവാദിത്വം നിങ്ങളുടെ മേൽ വന്നുവെന്ന്, ഒരു ദൗത്യം നിങ്ങളുടെ മേൽ വീണ് കിടപ്പുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. അഭിഷേകം പ്രാപിച്ച ജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മേൽ ഒരു ദൗത്യം കിടപ്പുണ്ട്. ആ അഭിഷേകത്തെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നത് നിങ്ങളുടെ ദൗത്യമാണ്. ആ അഭിഷേകത്തിലൂടെ ചിലതിനെ വിടിവിക്കുക നിങ്ങളുടെ ദൗത്യമാണ്. അഭിഷേകത്തിലൂടെ ചിലതിനെ സൗഖ്യമാക്കുക നിങ്ങളുടെ ദൗത്യമാണ്. അഭിഷേകത്തിലൂടെ ചില ബന്ധനങ്ങളെ പൊട്ടിക്കുക നിങ്ങളുടെ ദൗത്യമാണ്. അഭിഷേകം പ്രാപിച്ചത് 2-4 ചുവരുള്ള മുറിക്കകത്ത് കൈയടിച്ച് അന്യഭാഷ പറയാൻ മാത്രമല്ല, സഭയെ വളർത്താൻ, ആത്മാക്കളെ നേടിയെടുക്കാൻ, ദൈവരാജ്യത്തെ പ്രദർശിപ്പിക്കാനാണ് അഭിഷേകം കർത്താവ് നിനക്ക് നൽകി തന്നത്. ഇന്ന് പകൽ ഇതുവരെ ഒരു അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഒരു അഭിഷേകവും ഇതിനകത്ത് പതിയട്ടെ. നിങ്ങൾ അതിനെ സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അഭിഷേകം ദൗത്യമാണ്. അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേലൊരു ദൗത്യം വീണു, രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങളത് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. എന്താണ് പരിശുദ്ധാത്മാവ്? ഓടിച്ചൊരു ഔട്ട്ലൈൻ പറഞ്ഞ് ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്താണ് പരിശുദ്ധാത്മാവ്? 1, പരിശുദ്ധാത്മാവ് ദൈവമാണ്. തൃത്വത്തിൽ 3ാമനായി വെളിപ്പെട്ട ദൈവമാണ് പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ ആമേൻ, ദ സ്പിരിറ്റ് ഓഫ് ഫാദർ ഗോഡ്, പിതാവിൻ്റെ ആത്മാവ്, ക്രിയേറ്റീവ് പവർ, സൃഷ്ടിക്കുന്ന ആത്മാവാണ്. പുതിയ നിയമത്തിൽ ദ പുത്രനായ ക്രിസ്തു ആമേൻ, രക്ഷിക്കുന്ന ആത്മാവാണ്, വിടിവിക്കുന്ന ആത്മാവാണ്. ദ പ്രസന്റ് സിറ്റുവേഷനിൽ അനദർ കംഫോർട്ടർ, ഹോളി സ്പിരിറ്റ്, നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസദായകനാണ്. ആമേൻ. 3 ദൈവങ്ങളല്ല, ആമേൻ, 3 കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ട ഏക ദൈവത്തെയാണ് നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. സൂപ്പർ നാച്ചുറൽ പവർ തന്നെയാണ്, അതേ പവർ തന്നെയാണ് ഇന്നും. അങ്ങനെയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് 100% ദൈവമാണ്. സ്തോത്രം. ഒരിക്കൽ ഞാൻ കുമളിയിൽ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. യാത്ര മധ്യത്തിൽ എൻ്റെ കൂടെ എൻ്റെ സീറ്റിൽ ആമേൻ ഒരു ദൈവ മനുഷ്യൻ വന്നിരുന്നു. കുറേ നേരം കഴിഞ്ഞു ഞങ്ങൾ പരസ്പരം കണ്ടു, പിന്നെ ചിരിച്ചു, പിന്നെ കൈ കൊടുത്തു, പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഇരിക്കും അദ്ദേഹം എന്നോട് ചോദിച്ചു, ആമേൻ, നിങ്ങൾ ആരാ, എൻ്റെ പേരെന്തുവാ, നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? ഞാൻ പേര് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ചോദിച്ചു, ആമേൻ, പാസ്റ്റർ എന്ന് വെച്ചാൽ ഏതിലാ പാസ്റ്റർ, ഏത് ഡിനോമിനേഷനിലാ? ഞാൻ പറഞ്ഞു പെന്തക്കോസ്റ്റൽ പാസ്റ്ററാ. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചീ എന്ന് കാറി അങ്ങ് തുപ്പി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ വർഗത്തെ കണ്ടുകൂടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ വർഗം നിങ്ങളോട് എന്താ ദോഷം ചെയ്തതെന്ന് ചോദിച്ചു. അയ്യോ പാസ്റ്റർ, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ, ആ മീറ്റിങ്ങിനകത്ത് പോകണം എന്നാ പ്രശ്നമാണെന്ന് അറിയാവോ? ശബ്ദകോലാഹലം, കൈയടിക്കുന്നു, അന്യഭാഷ പറയുന്നു, വീഴുന്നു, ഉരുളുന്നു, ചിരിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. എന്തുവാ അത്? അതാണോ? എനിക്ക് ആ വർക്കത്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പഠിക്കിട്ടി പുള്ളിക്ക് എന്താ പ്രശ്നമെന്ന്. ആമേൻ. ഞാൻ അവിടെ തുടങ്ങി. ആമേൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ബ്രദറൻ മിഷനിലെ പാസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരത്തെക്കുറിച്ച് അന്വേഷിച്ച്
അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കറതീർത്തിരിക്കുമല്ലേ, എനിക്ക് ബുക്കും വേണ്ട, പേനയും വേണ്ട, പെൻസിലും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി, എൻ്റെ അനുഭവം പറയാൻ തുടങ്ങി. ഞങ്ങൾ ഏകദേശം തേനി അടുക്കുന്ന സമയം മുതൽ ചെങ്കൽപ്പെട്ട് വരെയുള്ള നീണ്ട മണിക്കൂറുകൾ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരം കൊടുത്തോണ്ട് വന്നു. ചെങ്കൽപ്പെട്ട് അടുക്കും അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ അല്പം ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനും ഉറങ്ങുവാന്ന് പറഞ്ഞു. അദ്ദേഹം ഉറങ്ങി, ഞാനും ഉറങ്ങി. താമ്പരം അടുക്കുന്ന സമയം അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങുക, പാസ്റ്റർ ഇനിയും കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ബൈ എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ മനുഷ്യൻ വീണ്ടും സീറ്റിൽ ഇരുന്നിട്ട്, പാസ്റ്റർ ഇന്നലെ രാത്രി മുഴുവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാസ്റ്റർ ഒത്തിരി സംസാരിച്ചതല്ലേ, ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കെന്ന് പറഞ്ഞ ബസ്സിൽ അദ്ദേഹം മുഴങ്കാലിട്ടു. ഞാൻ പെട്ടെന്ന് ദൈവമനുഷ്യൻ്റെ തലയിൽ ഇങ്ങനെ കൈവയ്ക്കാനും അദ്ദേഹം തേർച്ചങ്ങ് വീണു. ഭയങ്കരമായ അന്യഭാഷകളെ സംസാരിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ അന്യഭാഷ സംസാരിക്കുന്ന കേട്ട ഉടനെ ബസ്സിലുള്ളവരെല്ലാം ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഇത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഡീൽ അങ്ങനെയാണ്. നിങ്ങളവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഒരു 5-6 മിനിറ്റ് ഈ മനുഷ്യൻ അന്യഭാഷയിൽ ബസ്സിൽ നിന്ന് സംസാരിച്ച് ആരാധിച്ചു. പെട്ടെന്ന് സ്റ്റോപ്പ് വന്നു, ഇദ്ദേഹം ചാടി ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. 2013-14 വർഷമാണ് ഞാനൊരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ ക്ഷണം കിട്ടിപ്പോകുന്നത്. ഞാൻ അവിടെ എത്തുമ്പോൾ 10-700 വിശ്വാസികളുള്ള ചർച്ചിൻ്റെ പെന്തക്കോസ്റ്റൽ പാസ്റ്റർ. ഹല്ലേലൂയ. എന്നെ മെസ്സേജിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദൈവമനുഷ്യൻ പറയുന്ന പദം, ഇന്ന് വന്നിരിക്കുന്ന ദൈവമനുഷ്യൻ സാധാരണക്കാരനല്ല, ബസ്സിൽ കൈവച്ച് അഭിഷേകം ചെയ്ത് 700 വിശ്വാസികളുള്ള പാസ്റ്ററിനെ പുറത്തെടുത്ത ദൈവദാസന വന്നിരിക്കുന്നതെന്ന്. എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് കത്തി. അദ്ദേഹം പറഞ്ഞു, ആ പാസ്റ്റർ ഈ പാസ്റ്ററാണെന്ന്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് തെറ്റിദ്ധാരണയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയാണ്, കയ്യടിയാണ്, വീഴുന്നതാണ്, ഉരുളുന്നതാണ്, ചാടുന്നതാണ്. ഇതാണ് പരിശുദ്ധാത്മാവ്. നോ, അതല്ല. പരിശുദ്ധാത്മാവ് 100% ദൈവമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷനാണ് അതെല്ലാം. കയ്യടിക്കും, അന്യഭാഷ പറയും, സ്തോത്രം പറയും, ഇതെല്ലാം മാനിഫെസ്റ്റേഷനാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞ ഉടനെ എനിക്ക് ആദ്യമായിട്ടൊരു പെൺകുഞ്ഞിനെ തരണം. എല്ലാവരും ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ ഞാനൊരു പെൺകുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് എനിക്കൊരു പെൺകുഞ്ഞിനെ തരണം. അവൾ നല്ല സൗന്ദര്യവും കഴിവുമുള്ള കുട്ടിയായിരിക്കണം. അവളുടെ വളർച്ചയിൽ അവളെ ദൈവകൃപയിൽ വളർത്തണം. എനിക്ക് കൂടെ കൊണ്ട് അവളെ ഉപയോഗിക്കണം. അവൾ നല്ലൊരു വർഷിപ്പ് ലീഡറായിട്ട് മാറണം. അവൾ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള കുഞ്ഞായി വളർത്തിയെടുക്കണം. സൗന്ദര്യവും കഴിവും എല്ലാം ആ കുഞ്ഞിന് ദൈവം കൊടുക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ആഗ്രഹിച്ചതുപോലെ കർത്താവ് ഒരു കുഞ്ഞിനെ എനിക്ക് തന്നു. അവൾ ഒരു 1.5 വയസ്സ് പ്രായമായിരിക്കും. എവിടെ പോയാലും പാർസൽ വാങ്ങിച്ചുകൊണ്ട് വരും. ഒരു ദിവസം നാഗർകോയിൽ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു പാർസൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. ചർച്ചിൽ അമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ എന്നെ കണ്ട ഉടനെ അമ്മ പറഞ്ഞു, ദേ പപ്പ വന്നിരിക്കുന്നു. കുഞ്ഞ് ഓടി വന്നു. ഞാൻ ഉടനെ ഈ പാർസൽ എടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. കുഞ്ഞ് പാർസൽ ഇങ്ങനെ വാങ്ങിച്ച് അമ്മയുടെ നേരെ ഒറ്റ ഏറാണ്. ഇങ്ങനെ എറിഞ്ഞിട്ട് അവൾ ഓടി വന്ന് എൻ്റെ തോളിൽ കയറി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്ത് മാറി അവൾ ചുംബിക്കുന്നു. കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കും, ചുംബിക്കും, എന്നെ കെട്ടിപ്പിടിക്കും. ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അവൾ ഇറങ്ങി ഓടിപ്പോയി അമ്മയോട് പറയുന്നു, പപ്പ വന്നിട്ടെന്ന്. അപ്പച്ചായോട് പറയുന്നു, പപ്പ വന്നിട്ടുണ്ടെന്ന്. അയലോക്കത്ത് വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എൻ്റെ പപ്പ വന്നുവെന്ന്. ഇങ്ങനെ ഇവൾ ഓടി നടക്കുക. ഞാനത് കുറേ നേരം വാച്ച് ചെയ്തു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പനെ കണ്ടപ്പം കുഞ്ഞിനുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ. അവക്ക് പാർസലൽ ആവശ്യം, അവക്ക് അപ്പനെ ആവശ്യമെന്ന്. അപ്പനെ കിട്ടിയ സന്തോഷത്തിൽ തന്നെ ആര് നോക്കുന്നു, താൻ എന്ത് ചെയ്യുന്നു, അതൊന്നും അവക്ക് വിഷയമുള്ള കാര്യമല്ല. തന്നെ അപ്പനെ കണ്ട സന്തോഷത്തിന്റെ പ്രകടനം അവൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഭാഗമുണ്ട്. പരിശുദ്ധാത്മാവ് അസാധാരണമായി നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ, നമ്മുടെ നിയന്ത്രണങ്ങൾ പൊട്ടുമ്പോൾ മാനിഫെസ്റ്റേഷൻ നമ്മൾ അറിയാതെ പ്രകടിപ്പിക്കും. കൈയടിച്ചോ, ശബ്ദമുണ്ടാക്കിയോ, കരഞ്ഞോ, നിലവിളിച്ചോ, തുള്ളിച്ചാടിയോ, ആത്മാവിൽ പ്രകടനം നടത്തും. അത് മാനിഫെസ്റ്റേഷൻ ആണ്. ആ മാനിഫെസ്റ്റേഷനെ പരിശുദ്ധാത്മാവായിട്ട് കാണരുത്. അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകടനങ്ങളാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് 100% ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ
ദൈവത്തെ വേണ്ടെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞാൽ ദൈവത്തെ വേണമെന്ന് പറയുന്നു. ഇന്ന് പകൽ ആത്മാവിൻ്റെ ശക്തി അനുഭവിക്കാത്ത ഒരാൾ പോലും ഇതിനകത്തിരുന്ന് പുറത്തു പോകാതിരിക്കട്ടെ. ആമേൻ. അങ്ങനെയുള്ള ഒരു ആത്മസാന്നിധ്യത്തെ അനുഭവിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ദാഹിക്കുന്നപ്പാ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഉപവാസ പ്രാർത്ഥന 36ാമത്തെ പകലായല്ലോ. നമ്മുടെ ഉപവാസം ഒരു ഫോർമാലിറ്റിയുടെ ഫാസ്റ്റിംഗ് ആകണ്ട. നമ്മുടെ ഫാസ്റ്റിംഗ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയി മാറാൻ ഇടവരട്ടെ. എടുത്തു പറയുന്ന ചില എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന തൊട്ടേ മതിയാകൂ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് 100% ദൈവമാണ്. ഹോളി സ്പിരിറ്റ് 100% ഗോഡ് ആണ്. പരിശുദ്ധാത്മാവിന്റെ ദൈവികത്വത്തെ തെളിയിക്കേണ്ടതിന് ഞാൻ പഴയ നിയമത്തിന് ഒരു എക്സാമ്പിൾ എപ്പോഴും എടുക്കാറുണ്ട്. ആമേൻ. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. എങ്കിൽ പഴയ നിയമത്തിൽ ആമേൻ അതിന് ആമേൻ കമ്പയർ ചെയ്ത് പറയുന്ന ഒരു ഭാഗം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ അബ്രഹാം ആമേൻ തൻ്റെ പുത്രനായ ഇസഹാക്കിന് അനുയോജ്യ തുണയെ കണ്ടെത്തി കൊണ്ടുവരാൻ തൻ്റെ വീട്ടിലെ ദാസനായ വിശ്വസ്തദാസനായ എലീയേസറിനെ റെബെക്കയുടെ അടുക്കൽ അയക്കുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു പദമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് എൻ്റെ ആമേൻ മോനായ ഇസഹാക്കിന് അനുയോജ്യമായ ഒരു തുണയെ നീ കണ്ടെത്തി കൊണ്ടുവരണം. അപ്പൊ എലീയാസ് ചോദിക്കുന്നൊരു പദമുണ്ട്, അങ്ങനെ ഒരു പെങ്കൊച്ച് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിന് അബ്രഹാമിന്റെ മറുപടി, വന്നാൽ ഒരു പെങ്കൊച്ചോടെ വരാവുള്ളൂ, അത് ഏതെങ്കിലും ഒന്നിനെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യരുത്. അങ്ങനെ ഒന്നിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിനക്കെൻ്റെ മുഖം പോലും നോക്കാൻ പെർമിഷൻ ഇല്ല, നീ എനിക്ക് ഉടമ്പടി ചെയ്തു തരാൻ പറഞ്ഞു. അങ്ങനെ എലീയാസർ ഉടമ്പടി ചെയ്തു. ആമേൻ. റെബെക്കയെ അന്വേഷിച്ച് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് എലീയാസർ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ യജമാനനായ അബ്രഹാം ആരാധിക്കുന്ന ദൈവമായ യാവേ, ആമേൻ, അങ്ങയുടെ ദാസനായ ആമേൻ അങ്ങയുടെ യജമാനായ അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിന് അനുയോജ്യ തുണയെ അന്വേഷിച്ച് ഞാൻ ഈ ദേശത്തിലേക്ക് പോവുക. ഞാൻ അവിടെ പോകും, കിണറ്റുംകരയിലിരിക്കും, കന്യകമാർ വെള്ളമെടുക്കാൻ വരും. അതിൽ ആദ്യം ഒരു പെങ്കൊച്ച് വരും. അവൾ വെള്ളമെടുത്തുകൊണ്ട് വരും. ഞാൻ കുടിക്കാൻ ചോദിക്കും. അവൾ എനിക്കും മൃഗങ്ങൾക്കും ഒഴിക്കാമെന്ന് പറഞ്ഞ് അവൾ ഒഴിക്കും. അങ്ങനെ ചെയ്താൽ അത് എൻ്റെ യജമാനായ ഇസഹാക്കിന് അനുയോജ്യ തുണയെന്ന് കണ്ടെത്തി ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരും. ആമേൻ. എലീയാസർ അവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ല പോകുന്നത്, യാവേയോട് പ്രാർത്ഥിച്ചിട്ടാ എലീയാസർ പുറപ്പെടുന്നത്. എലീയാസർ കിണറ്റിൻകര ചെന്നിരിക്കുന്നു. സന്ധിയിൽ വെള്ളമെടുക്കാൻ കന്യകമാർ വരുന്നു. അതിൽ ആദ്യമായിട്ട് ഒരു കന്യക വരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായ കന്യകയാണ്. അവൾ വരുന്നു, വെള്ളമെടുക്കുന്നു, അച്ചടക്കത്തോടെ വന്നു, ഇറങ്ങി വെള്ളമെടുത്തു. ഇവരെതിരേറ്റ് പോയി ചോദിച്ചെനിക്ക് കുടിക്കാൻ തരണം. ഉടനെ അവൾ കുടിക്കാൻ കൊടുത്തു. ആമേൻ. ഒട്ടകങ്ങൾക്കും മൃഗങ്ങൾക്കും ഒഴിക്കാന്ന് പറഞ്ഞു. മൃഗങ്ങൾക്ക് ഒഴിച്ചു. ഇത് കഴിഞ്ഞ ഉടനെ എലീയാസർ അവളെക്കുറിച്ച് അന്വേഷിച്ചു. വീട്ടിൽ പോയി താമസിച്ചു, സംസാരിച്ചു. ആമേൻ. അവളെ വിളിച്ചുകൊണ്ട് ഇസഹാക്കിന്റെ അടുക്കലേക്ക് വരുന്നു. ഇസഹാക്ക് ഇരിക്കുന്ന അമ്മയുടെ കൂടാരത്തിന്റെ അടുക്കലേക്ക് താഴ്വാരത്തിൽ ഇസഹാക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ റെബെക്കയും എലീയാസറും ആമേൻ മുകളിൽ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇസഹാക്കിനെ കണ്ട ഉടനെ റെബെക്ക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതുകൊണ്ട് നടന്നു പോകുന്ന പുരുഷൻ ആരാണ്? അതിന് എലീയാസർ പറയുന്ന പദമാ, അതാ നീ വിവാഹം കഴിക്കാൻ പോകുന്ന നിന്റെ വിവാഹ മണവാളൻ. ഉടനെ റെബേക്ക ഒട്ടകത്തിന് മുകളിൽ നിറങ്ങി തലേ തുണിയിട്ട് ഇസഹാക്കിൻ്റെ അടുക്കൽ പോയി. ഇസഹാക്ക് റെബേക്കയെ വിളിച്ചുകൊണ്ട് തൻ്റെ അമ്മയുടെ കൂടാരത്തിലേക്ക് പോയി. ഇത്രയും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം ഒരു കഥ പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും മനസ്സിലായോ? അബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിന് അനുയോജ്യ തുണയെ കൊണ്ടുവരാൻ ആമേൻ തൻ്റെ വീട്ടിലെ വിശ്വസ്തദാസനായ എലീയേസറിനെ റെബേക്കയുടെ അടുക്കൽ അയച്ചതുപോലെ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന് അനുയോജ്യ തുണയായ സഭയാ മണവാട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ അയക്കപ്പെട്ട എലീയാസറാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. റെബെക്ക ഇല്ലാതെ അബ്രഹാമിന്റെ മുഖം എലീയാസറിനെ ദർശിക്കാൻ കഴിയാത്തതുപോലെ സഭയില്ലാതെ പരിശുദ്ധാത്മാവിന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അനുയോജ്യമായ തുണയോടെ മാത്രമേ പരിശുദ്ധാത്മാവിന് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു തുണയെ കൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല. കാണുന്നതിനെല്ലാം വിളിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല. തക്ക തുണയെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് എലീയാസർ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്. അയക്കപ്പെട്ട എലീയാസർ
ആമേൻ, ഈ ക്രിസ്തു എന്ന മണവാളന് അനുയോജ്യ തുണയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സീസണാണ് ഈ സീസൺ. അദ്ദേഹത്തിന് ബോധിച്ചതിനെ കിട്ടിയാലേ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന, അതിനാണ് സഭായോഗങ്ങൾ, അതിനാണ് പ്രവാചകന്മാർ, അതിനാണ് ഇടയന്മാർ, അതിനാണ് ശുശ്രൂഷകന്മാർ. ഈ ആത്മീയ ശുശ്രൂഷകളെല്ലാം എന്തിന്? ക്രിസ്തു എന്ന മണവാളന് അനുയോജ്യ തുണയെ ഒരുക്കാൻ വേണ്ടിയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിടെ അയക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ മണവാളന് തക്ക തുണയായി എന്നെ ഒരുക്കാൻ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവേ, ഹിതം ചെയ്യുന്നവളായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ള സഭ ആത്മാവിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ദാഹവും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എങ്ങനെ ക്രിസ്തുവിന് അനുയോജ്യ തുണയായി മാറാമെന്നായിരിക്കട്ടെ. അതിനുവേണ്ടി ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നമ്മെ ആത്മമണ്ഡലത്തിൽ വളർത്തിയെടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. ചിലത് പറയുന്ന തെളിച്ചാൽ മതി, ചിലത് പറയുന്ന മുങ്ങണം, ചിലത് പറയുന്ന കൈ അടിക്കണം, ചിലത് പറയുന്ന കൈ അടിക്കേണ്ട, ചിലത് പറയുന്ന നിറയണം, ചിലത് പറയുന്ന നിറയണ്ട, ചിലത് പറയുന്ന ഇരുന്ന് ആരാധിച്ചാൽ മതി, ചിലത് പറയുന്ന എഴുന്ന് ആരാധിച്ചാൽ മതി, ചിലത് പറയുന്ന ഇതാ ഉപദേശം, ചിലത് പറയുന്ന ഇതൊന്നും വേണ്ട. അയ്യോ, ഇതിൻ്റെ ഇടയിൽ ഹോളി സ്പിരിറ്റ് എന്നെ സ്ട്രഗിൾ ചെയ്യുന്നതെന്നറിയാവൂ. ഞാനിതിൽ എങ്ങനെ ഒരു റെബെക്കയെ കണ്ടെത്തും എന്നതാണ് സ്തോത്രം. പക്ഷേ എലയാസർ യാവേയോട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നതുകൊണ്ട് റെബെക്ക എലയാസറിൻ്റെ കണ്ണിൽ നിന്ന് മറയത്തില്ല. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുന്നു. ക്രിസ്തു എന്ന മണവാളന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയാ നിങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിൽ നിന്ന് നിങ്ങൾ വേർപെടത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫർ ആക്കിയിരിക്കും. നിങ്ങളുടെ ആത്മമണ്ഡലം തിരിഞ്ഞിരിക്കും. ഇന്ന് പകൽ പറ, പരിശുദ്ധാത്മാവിൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിയണമേ എന്ന് പറ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മെ തൊടാനിടവരട്ടെ. നല്ലൊരു ആമേൻ പറഞ്ഞേ കർത്താവിന്. ഹല്ലേലൂയ. എലയാസർ ആമേൻ അവിടെ എന്നെ തൊട്ട 3 കാര്യങ്ങളാണ്. ആമേൻ. 1, എലയാസർ കുടുംബത്തോട് അറിയിച്ചിട്ടല്ല പോകുന്നത്, യാവേയോട് അറിയിച്ചിട്ടാണ് പോകുന്നത്. യാവേയോട് പറഞ്ഞ കാര്യത്തെ റെബെക്ക ആ കിണറ്റിൻകരയിൽ അതേപടി ചെയ്യുകയാണ്. ഞാൻ റെബെക്കയോട് ചോദിച്ചു, റെബെക്കെ, നിനക്ക് ഈ എലയാസർ അവിടെ വെച്ച് പറഞ്ഞ കാര്യം, കിണറ്റങ്കരയിൽ പുരുഷൻ ഇരിക്കും, വെള്ളമെടുത്തുകൊണ്ട് പോകും, ആദ്യം വെള്ളമെടുക്കാൻ പോകണം, അന്നേരം കുടിക്കാൻ ചോദിക്കും, കുടിക്കാൻ കൊടുക്കണം, എന്നിട്ട് ഒട്ടകങ്ങൾക്കും ഒഴിക്കണം എന്നൊക്കെ ആരാ പറഞ്ഞേ? നീ ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്തുവാ? ആമേൻ. കാരണം ഒരു ഇൻഫർമേഷൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഇൻഫർമേഷൻ യാവയ്ക്ക് മാത്രം അറിയിച്ചിട്ടാണ് എലയാസർ പുറപ്പെടുന്നത്. പക്ഷേ എലയാസർ ഹൃദയത്തിൽ വിചാരിച്ചതും പ്രാർത്ഥിച്ചതും റെബെക്ക അതുപോലെ ചെയ്യുക. അതാണ് സഭ. സഭ പരിശുദ്ധാത്മാവ് എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതിനെ നിവർത്തിക്കുന്നവരായിരിക്കണം സഭ. അതിനെ നിവർത്തിക്കുന്നവനായിരിക്കണം അഭിഷക്തൻ. സോ എലയാസർ ചിന്തിച്ചതിനെ റെബെക്ക ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഓരോത്തിനെയും നിവർത്തിക്കുന്ന അഭിഷക്തനായും സഭയായും കർത്താവ് നമ്മെ മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആത്മാവിൻ്റെ സ്വപ്നമായിരിക്കണം എൻ്റെ സ്വപ്നം, ആത്മാവിൻ്റെ ഇഷ്ടമായിരിക്കണം എൻ്റെ ഇഷ്ടം, ആത്മാവിൻ്റെ ദർശനമായിരിക്കണം എൻ്റെ ദർശനം. ആത്മാവിനെ അനുസരിച്ച് ചലിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ പരിശുദ്ധാത്മാവേ. 1, എലയാസർ ഹൃദയത്തിൽ ചിന്തിച്ചതിനെ റെബെക്ക നിവർത്തിച്ചു. അടുത്ത് 2, അങ്ങനെ ചെയ്തപ്പം ആമേൻ റെബെക്ക എലയാസർ അങ്ങ് അനുഗ്രഹിച്ചു. അബ്രഹാം കൊടുത്തുവിട്ട ആഭരണങ്ങൾ എടുത്ത് ആമേൻ അവളെ ധരിപ്പിച്ചിട്ട അവൾ ആരാന്ന് തന്നെ അന്വേഷിക്കുകയേ ചെയ്യുന്നു. സ്തോത്രം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം ചെയ്താൽ ആമേൻ പിതാവ് കൊടുത്തുവിട്ട നന്മകൾ നമുക്ക് ലഭ്യമാകുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകൾ അടിച്ച് കർത്താവിനെ ആത്മാവിൽ സ്തോത്രം ചെയ്യും?
ചിലരോട് ഞാൻ പ്രവചിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഇഷ്ടം ചെയ്താൽ ദൈവമേ ഭൂമിയിലെ നന്മകൾ നിനക്ക് ഒരുക്കിത്തരും. ദീർഘകാലങ്ങൾ ആരാധിച്ചിട്ടും ദീർഘകാലങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു വീട് കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ? വസ്തു കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ? വാഹനങ്ങൾ കിട്ടാത്ത കാര്യം എന്തുവാ? അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാര്യം എന്തുവാ? ഉയർത്തപ്പെടാത്തതിന്റെ കാര്യം എന്തുവാ? ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെയും ആമേൻ മുൾപടന്ന പാതകളുടെയും വഴിയാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. നോ, ക്രിസ്തീയ ജീവിതം അതിനപ്പുറത്ത് ഈ ലോകത്തിൽ ഒരു അനുഗ്രഹമുണ്ടെന്ന് അതും അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. പരിശുദ്ധാത്മാവിന് ഇഷ്ടം ചെയ്താൽ വീട് ആധാരം എഴുതി തരുമെന്ന്, പരിശുദ്ധാത്മാവിന് ഇഷ്ടം ചെയ്താൽ വസ്തു തീരെഴുതി തരുമെന്ന്, പരിശുദ്ധാത്മാവിന് ഇഷ്ടം ചെയ്താൽ വാഹനങ്ങളും നന്മകളും ഇഹലോകത്തിൽ നീ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളും പിതാവിൽ നിന്ന് നൽകപ്പെടുമെന്ന്, തന്റെ വീട്ടിലേക്ക് കരുവരുന്ന മണവാട്ടിയെ അനുഗ്രഹിക്കുക പിതാവിന്റെ ഇഷ്ടമാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ചില ദാരിദ്ര്യത്തിന്റെ കെട്ടുകൾ സഭയ്ക്കകത്തിരുന്ന പൊട്ടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വീടുകളില്ലാത്തവർക്കും വസ്തുക്കളില്ലാത്തവർക്കും വാഹനങ്ങളില്ലാത്തവർക്കും അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. സഭ ആരാധിച്ച ആ ബന്ധനത്തെ പൊട്ടിച്ചേ പോട്ടേക്ക് ചിലത് പൊളിയട്ടെ. ദാരിദ്ര്യത്തിന്റെ ശക്തി അഴിയട്ടെ, കടഭാരത്തിന്റെ ദുരാത്മാവ് അഴിയട്ടെ. അടിച്ചു വിടുന്നു. ആരാധിച്ച് പൊട്ടിച്ചു അതിനെ. ചങ്ങലകൾ പൊളിയുന്നത് പോലെ ചിലത് അഴിഞ്ഞു വീഴുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. ചിലത് അഴിഞ്ഞു വീഴുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. ആമേൻ. ഈ 2025 തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുത വഴികൾ തുറക്കും. ഉപവാസം പലതായി, പ്രാർത്ഥനകൾ പലതായി, പക്ഷെ ഇന്ന് വരെ ദാരിദ്ര്യം മാറിയിട്ടില്ല. ഇല്ലേ, കടഭാരം മാറിയിട്ടില്ല, ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പറയുന്ന ദൂത്, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ചെയ്യുക. നിങ്ങൾ ദൈവഗീതം പോലെ ചലിച്ചാൽ മതി. പരിശുദ്ധാത്മാവിന് ഇഷ്ടം പോലെ ചലിച്ചാൽ മതി. യജമാനൻ എലയാസറിനെ പറഞ്ഞു വിട്ടപ്പം ഇങ്ങനെ ചില നന്മകൾ കൊടുത്ത് വിട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന പെങ്കൊച്ച് ഇല്ലായ്മ എന്ന കാരണം കൊണ്ട് അവൾ വരാതിരിക്കരുത്. 2, എൻ്റെ വീട്ടിൽ വരുന്ന പെങ്കൊച്ച് ശൂന്യമായ കരത്തോടെ വരികയും ചെയ്യരുത്. കാരണം രാജരിക പ്രൗഢിയോടെ ജീവിക്കുന്ന കുടുംബമാണ് എൻ്റെ കുടുംബം. സാമ്പത്തികമായി എൻ്റെ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന പെങ്കൊച്ച് വെറും കൈയോടെ വരരുത്. അവൾ അലങ്കരിക്കപ്പെട്ടേ വരാവുള്ളൂ. അതുകൊണ്ട് നീ ഇത് കൊടുത്ത് അവളെ അലങ്കരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ. അപ്പൊ എലയാസരുടെ തീരുമാനം, ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്താൽ യജമാനൻ എനിക്ക് തന്നതെല്ലാം ഞാൻ അവൾക്ക് കൊടുക്കും. എന്നിട്ട് അവൾ അലങ്കാരത്തോടെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. മനസ്സിലായാൽ കൈകൾ അടിച്ച് കർത്താവിനെ. ഈ ദൈവദാസൻ ഇന്നലെ ഒരു ടെസ്റ്റിമണി എന്നോട് പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞേ, ഇന്നലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോകുമ്പോഴേ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കർത്താവിനെ ഒത്തിരി അനുഗ്രഹിച്ചു പാസ്റ്ററെ. കഴിഞ്ഞ വർഷം ഞാൻ ശൂന്യനായിരുന്നു, പക്ഷേ ഈ വർഷം കർത്താവ് എനിക്ക് 2-3 നന്മകൾ തന്നു. പരസ്യമായി പറയുന്നില്ല, 2-3 നന്മകൾ തന്നു. കർത്താവിനെ അനുഗ്രഹിച്ചു. സ്തോത്രം. ഈ ദൈവമനുഷ്യൻ ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം ഞാൻ ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക പാസ്റ്ററെ. സ്തോത്ര. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ കൈമാറി ഇതിനകത്തൊരു ടെസ്റ്റിമണി ഇല്ലേ, ഇദ്ദേഹത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഫ്ലാറ്റ് തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വാഹനം തരാൻ പറ്റത്തില്ല. വണ്ടിയില്ലാത്ത കാരണം കൊണ്ട് 10 മണിക്ക് വരുന്നത് 11:45 കയറി വരാൻ ഇടവരാതിരിക്കാൻ ദൈവം വാഹനങ്ങളെ നിങ്ങൾക്ക് തരട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥിക്ക്. ആ ദൈവമനുഷ്യൻ പരിശുദ്ധാത്മാവിനെ ഇഷ്ടം ചെയ്തപ്പോൾ അദ്ദേഹത്തെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ അതേ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞാൽ കൈകൾ ആടിച്ച കർത്താവിനെ ഇന്ന്
പകൽ സ്തുതിക്കാൻ കഴിവുള്ളവർ ആരാധിച്ച് ചിലതിനെ സ്വീകരിച്ചു. ആമേൻ. ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് കയറി വന്നവനാ ഷാജിമോൻ. നല്ല പപ്പ ഒരു പാസ്റ്ററൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഒരു സാമ്പത്തിക കുടുംബത്തിന്റെ പശ്ചാത്തലമില്ല, രാഷ്ട്രീയ പ്രവർത്തകൻ, ഹൈന്ദവ പൂജാരി കുടുംബത്തിൽ ജനിച്ച മമ്മി, ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റം ചെറ്റക്കുടിലിൽ ജനിച്ചവരാ. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഞങ്ങൾ ജനിച്ച സ്ഥലം സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു കുഗ്രാമം. പക്ഷെ ഹോളി സ്പിരിറ്റുമായി നടന്ന എൻകൗണ്ടറിൽ പരിശുദ്ധാത്മാവിനെ ഇഷ്ടം ചെയ്തു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു. കർത്താവ് ഞങ്ങളെ അലങ്കരിച്ചു എന്ന് പറയും. ഇനി അവൻ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഞാൻ ധൈര്യത്തോടെ പറയും, ഹോളി സ്പിരിറ്റിന്റെ ഇഷ്ടം ചെയ്താൽ പിതാവ് കൊടുത്തുവിട്ട നന്മകൾ എലയാസന്റെ കയ്യിലുണ്ട്. ഇഷ്ടം ചെയ്യുന്നവന് കൊടുക്കാനാ ആ അനുഗ്രഹം. ഇഷ്ടം ചെയ്യാൻ തയ്യാറുള്ളവർ come on, get up. പിടിക്ക് 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 പിടിക്ക്. നുണ പറയുന്നവൻ പറയട്ടെ, കള്ളം പറയുന്നവൻ പറയട്ടെ, അപവാദം പറയുന്നവൻ പറയട്ടെ, നിന്ദിക്കുന്നവൻ നിന്ദിക്കട്ടെ. അവർ ബൗണ്ടറി വിട്ട് പുറത്തു വരത്തില്ല. പക്ഷേ ആമേൻ, വ്യാജത്തിന് അധരം വെക്കാതെ സത്യം സംസാരിച്ചുകൊണ്ട് വിശ്വസ്ത പുരുഷനായി നിന്ന് പരിശുദ്ധാത്മാവിന് ഇഷ്ടം ചെയ്യുന്ന സഭ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിനകത്തുള്ള അഭിഷക്തന്മാരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇതുവരെ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഫാസ്റ്റിംഗിൽ ആ ബ്ലെസ്സിംഗ് തുറക്കപ്പെടുക. നല്ല ഹാലിലെ പറഞ്ഞ കർത്താവിനോട് പറയുന്നത് എന്തോ ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ വന്ന് വീഴും. മെറ്റീരിയൽ ബ്ലെസ്സിങ്, അങ്ങനെ കർത്താവിനോട് പറയുന്നു. മെറ്റീരിയൽ ബ്ലെസ്സിങ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കുടലുണക്കി ദൈവസേനയിൽ ഇരുന്നതൊന്നും വൃഥാവല്ല. നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ഫൈനാൻസ് തലത്തിൽ നിങ്ങളത് കാണുമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയും. നിങ്ങൾ കാണും, നിങ്ങൾ കാണും, നിങ്ങൾ കാണും, നിങ്ങൾ കാണും. ആമേൻ. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. 1-2 മിനിറ്റുകൾ കൈകൾ ഉയർത്തിയിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്മകളെ പൂട്ടിയ സകല പൂട്ടുകളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പൊട്ടിക്കുന്നു. ഞങ്ങൾ അതിനെ തുറന്നു വിടുന്നു, അതിനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വർഷത്തിൻ്റെ ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾ പറയണം, കഴിഞ്ഞ ഫാസ്റ്റിംഗ് ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയണം. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയണം. കർത്താവിന് സൂപ്പർ നാച്ചുറലായി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ വിശ്വാസം അങ്ങ് വർദ്ധിച്ചാൽ മതി. നല്ല ആമേൻ പറഞ്ഞേ കർത്താവിന്. ആമേൻ. 2, എലയാസറിൻ്റെ ഇഷ്ടം ചെയ്തപ്പം റെബെക്കയെ ബ്ലെസ് ചെയ്തു. റെബേക്കയ്ക്ക് ആഭരണങ്ങൾ കൊടുത്ത് അലങ്കരിച്ചു. സ്തോത്രം. അവളെ അനുഗ്രഹിച്ചു. അടുത്ത് 3-ാമത്തെ കാര്യം, റെബേക്കയോട് ചോദിച്ചു, റെബേക്കെ എല്ലാ ദിവസവും എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വെള്ളം എടുക്കാൻ നീ പോകുന്നത്, ഇന്ന് നീ എന്തിനാ ആദ്യം പോകാൻ കാരണം എന്തുവാ? റെബേക്ക പറഞ്ഞു, എനിക്കൊരു നിയോഗം ലഭിച്ചു. ഇന്ന് ഞാൻ മുമ്പിലെത്തിയാൽ എൻ്റെ മേലൊരു പുതപ്പ് വീഴാൻ സാധ്യതയുണ്ട്. എൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് എല്ലാ ദിവസം പോലും ഞാൻ ആകത്തില്ല. ഇന്നല്പം വ്യത്യസ്തമായിട്ട് ഞാൻ ചലിക്കാൻ റെഡിയാകും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. എല്ലാ ദിവസം പോലെ ചലിക്കാതെ ഇന്ന് ഞാൻ വ്യത്യസ്തമായി ചലിക്കാൻ റെഡിയാകുമെന്ന് നിയോഗം ലഭിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ നിയോഗത്തിന് ചലിക്കാൻ റെഡിയായിക്കോ. ആർക്കറിയാം, ഇന്നലെ വരെ വെള്ളം കോരി വെറുതെ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടി ഇന്ന് വെറുതെയല്ല കയറി വരുന്ന കൈ നിറച്ചുമുള്ള നന്മകളോടും തൻ്റെ ഭാവിക്ക് ലഭിച്ച അനുഗ്രഹത്തോടും തൻ്റെ ഭാവിയുടെ വഴി തുറക്കപ്പെട്ട സന്ദേശത്തോടെയുമാ അവൾ ആ വീട്ടിലേക്ക് കയറി വരുന്ന. ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ദാഹത്തോടെ കയറി വന്ന ജനത്തോട് ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ വെറുതെയല്ല പോകാൻ പോകുന്ന, ഇന്ന് നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഇതുവരെ ലഭിക്കാത്ത എന്തോ, ഇതുവരെ കേൾക്കാത്ത എന്തോ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ പ്രാപിച്ചിട്ടാ പോകാൻ പോകുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ജനം ഇരു കൈകൾ അടിച്ച് അതരങ്ങൾ തുറന്ന് ആത്മാവിൽ അതിനെ സ്വീകരിക്കുക.
നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ കർത്താവിന്. കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. പരിശുദ്ധാത്മാവ് സഭയോട് പ്രവചിക്കാൻ പറയുന്നു. ഈ 2025 വർഷം നിയോഗത്തിനനുസരിച്ച് ചലിച്ചാൽ, ആമേൻ, റെബെക്കയ്ക്ക് കിണറ്റിങ്കര വെച്ച് ഒരു എൻകൗണ്ടർ നടന്നതുപോലെ നിങ്ങൾക്കൊരു എൻകൗണ്ടർ നടക്കും. ഒരു എൻകൗണ്ടർ നടക്കും. എങ്ങനെ എലയാസരുമായി റെബെക്കയ്ക്ക് ഒരു എൻകൗണ്ടർ നടന്നോ, അതേപോലെ പരിശുദ്ധാത്മാവുമായി നമുക്കൊരു എൻകൗണ്ടർ നടക്കും. ആ എൻകൗണ്ടറിലാണ് ബ്ലെസ്സിങ്സിൻ്റെ വഴികൾ തുറക്കപ്പെടുന്നത്. ഒരാമേൻ പറഞ്ഞ കർത്താവിന്. അടുത്ത നാലാമത്തെ കാര്യം, ആമേൻ, റെബെക്ക ഇസഹാക്കിൻ്റെ കൂടെ, എലയാസറിൻ്റെ കൂടെ, ആമേൻ, ഇസഹാക്കിരിക്കുന്ന ഇരിപ്പിടം വരെ എലയാസറിൻ്റെ കൂടെ റെബെക്ക യാത്ര ചെയ്യുക. അവിടെ യാത്രാമധ്യത്തിൽ ധാരാളം പുരുഷന്മാരെ അവൾ കണ്ടു കാണും. കാരണം വെറും വന്യപ്രദേശങ്ങളിലൂടെ മാത്രമല്ലല്ലോ, ഗ്രാമങ്ങളെയും മലകളെയും കടന്നാണ് അവർ യാത്ര ചെയ്തു പോകുന്നത്. മീശ വെച്ചതും മീശ ഇല്ലാത്തതും, താടി മീശം വെച്ചതും താടി മീശം ഇല്ലാത്തതും, കറുത്തതും വെളുത്തതും, ഉയർന്നതും പൊങ്ങിയതും താണതും, ഇങ്ങനെ ധാരാളം പുരുഷന്മാരെ കണ്ടു കാണും. പക്ഷെ ഒരാളെ പോലും നോക്കിയിട്ട് അതാരാന്ന് അവൾക്ക് ചോദിക്കാൻ തോന്നിയില്ല. പക്ഷെ കറക്റ്റ് ഇസഹാക്കിനെ കണ്ട ഉടനെ അവൾ പറയുന്ന പദം കണ്ടോ, അതാരാണെന്ന് അതറിയാം. സ്തോത്രം. അവക്കറിയാം, നടപ്പ് എലയാസറിൻ്റെ കൂടെയാണെങ്കിൽ കാണുന്നതിനെല്ലാം ഇഷ്ടപ്പെടാനും തോന്നത്തില്ല, കാണുന്നതോടെ അത് എന്താണെന്ന് ചോദിക്കാനും തോന്നത്തില്ല. നടപ്പ് എലയാസറിൻ്റെ കൂടെയാണെങ്കിൽ റൈറ്റ് മാനെ കണ്ടാൽ ഇത് എൻ്റേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പകൽ നടപ്പ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെയാണോ, നടപ്പ് ആത്മാവിൻ്റെ കൂടെയാണോ, എല്ലാം അംഗീകരിക്കാൻ തോന്നത്തില്ല, എല്ലാം ഇഷ്ടപ്പെടാൻ തോന്നത്തില്ല, എല്ലാം സ്വീകരിക്കാൻ തോന്നത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതിനെ കാണുമ്പോൾ എലയാസർ ഹൃദയത്തിൽ സംസാരിക്കും, ഇത് നിന്റേതാണ്, ഇത് നിനക്കുള്ളതാണ്, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്. Come on, catch it. പരിശുദ്ധാത്മാവ് അങ്ങനെ കൈമാറും. സഭയോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, എലയാസറിന്റെ കൂടെ നടക്കാൻ, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കാൻ സഭ തയ്യാറാകട്ടെ. പ്രാർത്ഥിക്ക് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്ക്. നീ ഏത് സ്കൂളിൽ പോകണം, ഏത് യൂണിവേഴ്സിറ്റി പോകണം, ഏത് രാജ്യത്തിൽ പോകണം, ഏത് ജോലി ചെയ്യണം, ഏത് തലത്തിൽ ഉയരണം, തീരുമാനിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആകട്ടെ. പിടിക്ക്. അധര ജനധര ധരധര ധരധര ശതര ഘടക ജഗന സീഗധര ഖദരി അസാധാര. ഹോളി സ്പിരിറ്റിന്റെ കൂടെ നടക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. ഹോളി സ്പിരിറ്റിന്റെ കൂടെ നടക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഇരുന്നാൽ പരിശുദ്ധാത്മാവുമായി, നടന്നാൽ പരിശുദ്ധാത്മാവുമായി, സംസാരിച്ചാൽ പരിശുദ്ധാത്മാവുമായി, ജോലി ചെയ്താൽ പരിശുദ്ധാത്മാവുമായി, ജീവിതത്തിന്റെ എല്ലാ സെക്കൻഡുകളിലും ഹോളി സ്പിരിറ്റുമായി കൂടെ നടക്കുന്ന യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു ഫേവർ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ചെയ്താൽ, ഒന്ന്, അവൻ നമ്മെ നന്മ കൊണ്ട് അലങ്കരിക്കും. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ചെയ്താൽ നമുക്ക് വേണ്ടി ഭാവിയുടെ വഴി അവൻ തുറന്നു തരും. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ലഭിച്ച് ചലിച്ചാൽ അതുവരെ കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും കാണുകയും അനുഭവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്നാൽ എല്ലാം അംഗീകരിക്കാൻ, എല്ലാം ഇഷ്ടപ്പെടാൻ, എല്ലാത്തിനെയും സ്വീകരിക്കാൻ തോന്നത്തില്ല. അവൻ നിയോഗിക്കുന്നത് മാത്രം പ്രാപിപ്പാൻ, അവൻ നിയോഗിക്കുന്നത് മാത്രം കൈക്കൊള്ളാൻ, അവൻ നിയോഗിക്കുന്നതോടെ മാത്രം കൈകൊടുക്കാൻ തോന്നും. അതാ ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന എൻ്റെ ശുശ്രൂഷ കാലയളവിൽ, ഹിതമല്ലാത്ത ആരെയും എൻ്റെ അടുക്ക കണക്ട് ചെയ്യരുത്, ഹിതമത്ത ആരോടും സംസാരിക്കാൻ അനുവദിക്കരുത്, ഹിതമല്ലാത്ത ആരും എന്നെ കാണരുത്. ഞാൻ അങ്ങനെ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ശുശ്രൂഷയിൽ 25 വർഷത്തിൽ ധാരാളം അഭിഷക്തന്മാരെ ഞാൻ കണ്ടു, ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞാൻ കണ്ടു. എൻ്റെ അടുക്കൽ ഓരോ ദിവസങ്ങളും പ്രാർത്ഥിക്കാൻ വരുന്നവരെ എണ്ണം കൂട്ടിയാൽ തന്നെ ലക്ഷങ്ങളുടെ മേലായി അത്രയും ആൾക്കാരെ കണ്ടു. പക്ഷെ വളരെ വിരൽ കൊണ്ടിരുന്ന കുറച്ച് പേരോട് മാത്രമാണ് ഞാൻ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നത്.
കുറച്ച് ബന്ധങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്ന ബന്ധങ്ങൾ. എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കും, ആ പാസ്റ്റർ എപ്പോഴും ഭയങ്കര ഗൗരവശാലിയായില്ലേ, ആരോടും സംസാരിക്കത്തൊന്നുമില്ലേ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ രാജ്യത്തിൽ പോയപ്പം ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് പേർ പറഞ്ഞു പാസ്റ്ററുടെ പണി പോയി. ആ പുള്ളി വന്നാൽ മുറി കയറിയിരിക്കും, ഇറങ്ങിയാൽ മുറിയിൽ നിന്ന് ഇറങ്ങും, വേറെ അദ്ദേഹം എങ്ങും പോകത്തില്ല. പാസ്റ്റർ കൂടെ 10 ദിവസം താമസിച്ചാൽ പാസ്റ്റർക്ക് മിണ്ടാൻ പോലും അദ്ദേഹത്തെ കിട്ടത്തില്ല. പിന്നെ എന്തിനാ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ വെക്കുന്നത്? അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റർ ഭയങ്കര ഗൗരവശാലിയല്ലേ? എൻ്റെ ചർച്ചിലെ ദൈവമക്കൾ അവരോടും ഇവരോടും പോയുള്ള കുറ്റവും കാര്യങ്ങളൊക്കെ പറയും. എൻ്റെ മുഖം നോക്കി ഒറ്റോർണ്ണം സംസാരിക്കത്തില്ല. ഒരിടയ്ക്ക് ഞാനൊരു അമ്മച്ചിയോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോട് വന്ന് പറഞ്ഞാണ് മറ്റുള്ളവരോട് പറയും. അതിന് പാസ്റ്ററുടെ മുഖം നോക്കിയിട്ട് വേണ്ടേ ഞാൻ പറയാൻ? പാസ്റ്ററിനെ കാണുമ്പോഴേ ഒരു പേടിയാണെന്ന്. പിന്നെ ഞാൻ എങ്ങനെ പറയുമെന്ന് എന്നോട് എല്ലാവരും പറയും, പാസ്റ്റർ എന്താ ഇങ്ങനെ? പാസ്റ്റർ അങ്ങനെ ആരോടും ക്ലോസ്ഡ് ആകുന്നില്ലല്ലോ. എനിക്കറിയാം, ഒരു വ്യക്തിയെ കണ്ടാൽ ആ സ്പിരിറ്റുമായിട്ടൊരു കണക്ഷൻ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായാൽ ആ ബന്ധം സ്ട്രോങ് ആണ്, ഞാനത് പിടിക്കും. അങ്ങനെയുള്ളവരോട് ഞാൻ ഭയങ്കരമായി ക്ലോസ്ഡ് ആകുകയും ചെയ്യും. പക്ഷേ എനിക്ക് സ്പിരിറ്റുമായി കണക്റ്റ് ആയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവരുമായിട്ട് ക്ലോസ് ആകത്തില്ല. ക്ലോസ് ആകാൻ എനിക്ക് കഴിയത്തില്ല, എനിക്ക് ആകാത്തതാണ്, പറ്റാത്തതാണ്. ബന്ധം നിലനിൽക്കാത്ത ബന്ധമാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, ആമേൻ, ദൈവം കണക്ട് ചെയ്ത ബന്ധങ്ങൾ എന്നെ ഭയങ്കരമായി ബ്ലെസ് ചെയ്തിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം കണക്ട് ചെയ്യാത്ത ബന്ധങ്ങൾ എന്നെ ഒത്തിരി അപമാനിച്ചിട്ടുണ്ട്, എന്നെ ഒത്തിരി നിന്ദിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, എലയാസറിൻ്റെ കൂടെയാ നടപ്പെങ്കിൽ ശരിയെ അവൻ എപ്പോഴും നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, ഒരു സെക്കൻഡ് പോലും അങ്ങയെ വിട്ട് വേറുപെടാതെ നടക്കുവാൻ എനിക്ക് കൃപ തരണമേ കർത്താവേ. അങ്ങനെ എത്ര പേർ പ്രാർത്ഥിക്കും? അവർ ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ 1-2 മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിച്ച് റാഥാല സെഖിർബദി യാർധനാസ് മഠൽബറിയാഖനാസ് മഹാധരിയ അധാർഖമാസ്മന വഹേതി ബിരിയാന്തരല റൈഷന പ്രബദി അധർഖമനവയുടെ പ്രബൽ വർധനാസ് മേറ്റൽ പ്രബോധി യാഥുർഖമാനി അർധനാസ് മഠലബറി ഹീറ്റൻ മറിയാക്ക യപ്രസ്മറ്റനല ലൈബ്രഖനാസ് മഹത്തുൽ കരാസ്യ. പ്രാർത്ഥിച്ച് അന്യഭാഷകളിൽ 1-2 മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം 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 ഹോളി സ്പിരിറ്റിൻ്റെ ഇഷ്ടം ചെയ്യണം. ഹിതമല്ലാത്ത ചലിക്കരുത്, ഹിതമല്ലാത്തൊരു വാക്ക് പ്രാർത്ഥിക്കുക പോലും അരുത്, ഹിതമല്ലാത്തൊരു സ്ഥലത്ത് പോകരുത്, ഹിതമല്ലാത്ത ബന്ധങ്ങൾ കണക്ട് ചെയ്യരുത്, ഹിതമല്ലാത്ത കൂട്ട് എനിക്കുണ്ടാകരുത്. എന്നെ പരിശുദ്ധാത്മാവേ അങ്ങ് ആഗ്രഹിക്കുന്നവരോട് കൂടാൻ, അങ്ങ് നിർത്തിയ സ്ഥലത്ത് നിർത്താൻ, സംസാരിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. 2025 ഈ 40 ഡേയ്സ് ഫാസ്റ്റിങ്ങിന് 36ാമത്തെ ദിവസം സഭയെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ ഹോളി സ്പിരിറ്റിൻ്റെ കൂടെ നടന്നാൽ ഉറപ്പായിട്ടും ഈ 4 അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അടുത്ത വർഷം നിങ്ങൾ ഈ ഫാസ്റ്റിങ്ങിൽ മിറക്കിൾ ടെസ്റ്റിമണി പറഞ്ഞിരിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവാചകനാ പറയുന്നത്, നടന്നിരിക്കും. ഒരാമയും പറഞ്ഞേ കർത്താവിന്. ദൈവം അത് ചെയ്തിരിക്കും. സ്തോത്രം. ചില വഴികൾ ദൈവം നിങ്ങൾക്ക് തുറന്നിരിക്കും. സ്തോത്രം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദങ്ങൾ, വാഗ്ദത്തങ്ങൾ, ദൂതുകൾ നിവർത്തിക്കപ്പെടാത്തതിൻ്റെ ചില കാരണങ്ങൾ നാം ഒന്ന് തിരിച്ചറിയണം. ഞാൻ ദൂത് കേൾക്കാൻ തുടങ്ങിയത് 8ാമത്തെ വയസ്സിലാണ്. എൻ്റെ ആത്മീയ പിതാവാണ് എന്നോട് ആദ്യമായിട്ട് പ്രവചിക്കുന്നത്. അന്ന് മുതൽ ഈ 35 വർഷത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ശുശ്രൂഷ കാലയളവിൽ ചാക്ക് കെട്ട് കിടക്കുന്ന ദൂതുകൾ എനിക്ക് വന്നു. ആ ദൂതെല്ലാം നിവൃത്തീകരിക്കപ്പെട്ടാൽ ഞാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡൻ്റായിട്ടിരിക്കും. ലോകരാജ്യങ്ങളിലുള്ള അത്രയും വണ്ടിയും എൻ്റെ വീട്ടിൽ കിടക്കും, ലോകരാജ്യങ്ങളിലുള്ള അത്രയും സമ്പത്തും എൻ്റെ വീട്ടിൽ കിടക്കും. അത്രയും ദൂതുകൾ ദൈവദാസന്മാരിലൂടെ കർത്താവ് തന്നിട്ടുണ്ട്. നിവർത്തീകരിക്കപ്പെട്ട ദൂതുകളുണ്ട്, നിവർത്തീകരിക്കപ്പെടാത്ത ദൂതുകളുണ്ട്. ഒരിക്കലും പ്രവാചകനെ ഞാൻ കുറ്റം പറയത്തില്ല. ചിലത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാത്തതോ, എൻ്റെ ആഗ്രഹമോ ഞാൻ പ്രാർത്ഥിക്കാത്തതോ ഒക്കെ കൊണ്ടായിരിക്കാം. നമ്മുടെ ഇടയിൽ ദൂതുകൾ നിവർത്തീകരിക്കപ്പെട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഉടനെ പ്രവാചകനെയോ പ്രവചനത്തെയോ നിങ്ങൾ പുച്ഛിക്കരുത്. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അതിനാ ഞാൻ ഇന്നലെ പറഞ്ഞ് നമ്മെ തിരിച്ചറിയണം. ഞാൻ ഓക്കെയാണോ എന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് നിവർത്തിച്ചിരിക്കും.
ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 100 കണക്കിന് എക്സാമ്പിൾ പറയാം. ആമേൻ. പക്ഷേ എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒമാനിൽ വർക്ക് ചെയ്യുന്ന നാഗർകോയിലിൽ ഒരു സിസ്റ്ററുണ്ട്. അവിടെ മുംബൈക്കാരത്തിയാണ്. ഒരിക്കൽ നാഗർകോയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ ശുശ്രൂഷിക്കാൻ പോയപ്പം ഈ സഹോദരി കുഞ്ഞുമായിട്ട് അവിടെ വന്നിരുന്നു. ആമേൻ. വിഡോയാണ്. ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. 26 എന്നൊരു ഡേറ്റും ഒരു യാത്രയുടെ ക്രമീകരണവും കർത്താവിനെ കാണിക്കുന്നുവെന്നൊരു ദൂത് പറഞ്ഞു. ഞാൻ വിട്ടു. ഒരു 10-19 ദിവസം കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് പാസ്റ്ററെ പ്രൈസ് ലോഡ് ഞാനാണ്. ഞാൻ ചോദിച്ചു ഞാനെന്ന് വെച്ചാൽ ആരാ? പാസ്റ്റർക്ക് ഓർമ്മയുണ്ട്, ഇന്ന് ചർച്ചയെ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ ഒരു അമ്മയും മോളും മാത്രം വന്ന് പ്രാർത്ഥിച്ചത്. വിഡോയാണ്, മുംബൈക്കാരത്തിയാണ്. പാസ്റ്റർക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഓക്കെ, ഓർക്കുന്നുണ്ടായിരിക്കും. എന്താ കാര്യം? പാസ്റ്റർ എന്നോട് ഒരു ദൂത് പറഞ്ഞു 26 എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. 26 എന്ന് ഒരു ദൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്താ കാര്യം? ആ ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഡേറ്റിൽ കർത്താവ് എനിക്ക് വഴി തുറക്കുകയോ ഇല്ലയോ? ഞാൻ ജോലിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്ലിക്കേഷൻ വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം നടക്കുകയോ ഇല്ലയോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇച്ചിരി കൂടി എനിക്ക് ആദ്യമായി. ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങളെ നമ്പർ എടുത്തത്? ഉടനെ ആ സിസ്റ്റർ പറഞ്ഞു ആമേൻ, പാസ്റ്ററിൻ്റെ ഫേസ്ബുക്ക് തപ്പിപ്പറിച്ചെടുത്ത് ഞാൻ ഒരു ചെറുക്കനോട് പറഞ്ഞ് ആ നമ്പർ എടുത്തു. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് നമ്പർ ഹൈഡ് ചെയ്തില്ല വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ നിങ്ങളുടെ നമ്പർ എടുത്തത്? അപ്പം നല്ല കേമശാലികൾ അതിനകത്തുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഹൈഡ് ചെയ്ത് വെച്ച നമ്പർ തിരിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ എങ്ങനത്തെ ആൾക്കാരായിരിക്കും ഓർത്ത് നോക്കിക്കേ. അങ്ങനെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. എനിവേ എന്തു ആയിക്കോട്ടെ, എന്താ കാര്യം ചോദിച്ചു. 26 എനിക്ക് അത്ഭുതം നടക്കണം. ഒരു പ്രവാചകൻ്റെ മനോഭാവം ഓർത്ത് നോക്കിക്കേ. ഞാൻ പറഞ്ഞു സിസ്റ്റർ ദൈവമാണോ പറഞ്ഞേ? ഉറപ്പായിട്ട് നടക്കും. സിസ്റ്റർ പ്രാർത്ഥിച്ചോളം പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞു പാസ്റ്ററെ അടുത്ത 5 ദിവസം ഞാൻ ഉപവാസം പ്രഖ്യാപിച്ചു, 26 അത്ഭുതം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. അവൾ പ്രാർത്ഥിച്ചു. ആമേൻ. 21ാമത്തെ ദിവസം വിളിക്കും പാസ്റ്ററെ 4 ദിവസം. 22ാമത്തെ ദിവസം വിളിക്കും പാസ്റ്ററെ 3 ദിവസം. 25ാം ദിവസം വിളിച്ചു പാസ്റ്ററെ 24 മണിക്കൂർ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൂളായിട്ടാണ് അങ്ങ് ഇരുന്നത്. പക്ഷേ 26ാം തീയതി രാവിലെ വിളിച്ചു പാസ്റ്ററെ അടുത്ത 12 മണിക്കൂർ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചു. ഞാനന്ന് മീറ്റിങ്ങിലുമാണ്. ആമേൻ. ഞാൻ ഒരു ചർച്ച ശുശ്രൂഷ കഴിഞ്ഞിരിക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ ഫോണിൽ ചെറുതാന്നിങ്ങനെ കോളുകൾ വരുന്നു. ഇവരുടെ കോള്, ഈ ഫോൺ കോൾ വരുന്നത് കണ്ടാണ് നെഗറ്റീവാണോ പോസിറ്റീവാണോ, എന്നെ കൊല്ലാൻ വിളിക്കുവാണോ സ്നേഹിക്കാൻ വിളിക്കുവാണോ എനിക്കൊന്നും പിടിയില്ല. ഞാൻ മൈൻഡ് അങ്ങ് സ്ട്രഗിളായി. ഏതായാലും മീറ്റിംഗ് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഫോൺ എടുത്തു. പാസ്റ്ററേ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി. ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? പാസ്റ്ററെ കറക്റ്റ് ഞാൻ പാസ്റ്റർക്ക് സംസാരിച്ച് ഫോൺ വെച്ച് 12:45 ആമേൻ എനിക്ക് ഒരു മെയിൽ വന്നു പാസ്റ്ററെ, ഒമാനിലേക്ക് ജോലിക്ക് ആവശ്യമുള്ള വിസയും ടിക്കറ്റും എൻ്റെ മെയിലിൽ വന്ന് കിടപ്പുണ്ട് പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞ ഡേറ്റിൽ തന്നെ കർത്താവ് എനിക്ക് അത്ഭുതം ചെയ്തു പാസ്റ്ററെ. ആമേൻ. എന്താ കാര്യം എന്ന് പിടികിട്ടിയോ? ആമേൻ. ദൂതുകളൊന്നും തറ വീഴത്തില്ല. അവൾ അത് പിടിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ദൂതിനെ അവിശ്വസിപ്പിച്ചിട്ട് അഭിഷക്തനെയും ദൂതിനെ അളന്നിട്ട് നടന്നില്ലെന്ന് കുറ്റം വിധിക്കാൻ നടക്കരുത്. ദൂതുകൾ നടക്കാത്തതിന്റെ കാരണം കണ്ടുപിടിക്കണം. അത് പ്രവാചകന്റെ കുഴപ്പമോ പ്രവചിച്ച ദൈവത്തിന്റെ കുഴപ്പമോ അത് എൻ്റെ കുഴപ്പമോ ആണെന്ന്. നമ്മുടെ കുഴപ്പമാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്നാൽ ദൂത് നടക്കും. ഇനി ഒരു ദൂതും കൂടി പറയാം. പ്രവാചകൻ എന്ന നാമനിമിത്തം പ്രവാചകനെ സ്വീകരിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പൊ പ്രവാചകനെ സ്വീകരിക്കാത്തവൻ, ഏലിയാവ് എന്ന പ്രവാചകനെ സ്വീകരിച്ച സറഫാത്തിലെ വിധവ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടു. ക്ഷാമകാലത്തിൽ അത്രയും വിധവമാരും പട്ടിണിക്ക് കിടക്കുമ്പോൾ ചാകാനൊരുങ്ങിയ വിധവയുടെ വീട് സമ്പത്ത് കൊണ്ട് അലങ്കരിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. പ്രവാചക സമൃദ്ധി. അപ്പൊ സ്വീകരിക്കാത്തവൻ ഉറപ്പായിട്ട് അനുഗ്രഹം പോകത്തേ ഉള്ളൂ. സ്വീകരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു ദൂത് കൈമാറാം. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. നല്ലത് ശോധന ചെയ്യണം, നല്ലത് മുറുകെ പിടിക്കണം എന്നെല്ലാം വചനം പറഞ്ഞിട്ടില്ലേ? നല്ലത് മുറുകെ പിടിക്കണം. പ്രവാചകനെ വിധിക്കരുത്. ആമേൻ. ദൂത് നടന്നില്ലെങ്കിൽ അതിൻ്റെ പിമ്പിൽ ഗോഡ്സ് വില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചിലപ്പം ദൈവത്തിൻ്റെ ഒരു ടൈം ഉണ്ടാകും ആ ദൂത് നടക്കാൻ. ദൈവത്തിൻ്റെ ഒരു ടൈം ഉണ്ടാകും അത് ചെയ്യാൻ. ചിലപ്പം നമ്മുടെ പ്രാർത്ഥന, ചിലപ്പോൾ നമ്മുടെ അവിശ്വാസം, ചിലപ്പോൾ നമ്മുടെ അവിശ്വസ്തത, ചിലപ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ വരാത്ത വിശ്വാസം,
ഇതെല്ലാം ദൂതുകൾ ലേറ്റാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൂത് നടക്കാതിരിക്കത്തില്ല. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, ലക്ഷ്യം തെറ്റുകയില്ല. വൈകിയാലും കാത്തിരിക്കുക, നിശ്ചയം വരും, അത് വൈകത്തില്ല. എൻ്റെ ജീവിതത്തിൽ 8ാമത്തെ വയസ്സിൽ പറഞ്ഞ ദൂത 2024 നടന്നേ. 8 എവിടെ കിടപ്പുണ്ട്? ആമേൻ. 1988 87 ഐ തിങ്ക്, ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം പറഞ്ഞ ദൂത് 2024 നടന്നു. വർഷം എത്രയായി നോക്കിക്കേ. ഞാൻ പ്രവാചകനെ കുറ്റം പറയാൻ പറ്റുമോ? പറഞ്ഞ പ്രവാചകൻ സ്വർഗത്തിൽ പോയി, അദ്ദേഹത്തെ ഭൂമിയിലില്ല ഇപ്പം. പക്ഷെ ദൂത് സ്വർഗത്തിൽ പോയില്ല, ദൂത് ഇവിടെ തന്നെ കിടന്നു. ഞാൻ ദൈവത്തിൻ്റെ അഭിഷക്തന് ഒരു ദൂത് കൈമാറാം. പ്രവചിക്കുന്ന പ്രവാചകൻ പോയാലും പ്രവചിച്ച ദൂത് പോകത്തില്ല, അതിവിടെ കിടക്കും. ആ ദൂത് കിളിർക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിക്കും? ദൂത് നടന്നിരിക്കും. ചിലപ്പോൾ ചിലതിൽ ലേറ്റാകാൻ സാധ്യതയുണ്ട്, പക്ഷേ ദൂത് നടക്കാതിരിക്കത്തില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലേഷ്യൻ പ്രസ്പിക്ടറാണ് 2002, ഒരു വർഷത്തിന് ബാക്കിൽ, കഴിഞ്ഞ വർഷം എന്നെ മലേഷ്യയിൽ മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാസ്റ്റേഴ്സ് കോൺഫറൻസും അദ്ദേഹത്തിൻ്റെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചകളുമാണ് മീറ്റിങ്ങിൽ അറേഞ്ച് ചെയ്തത്. എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഈ ദൈവമനുഷ്യൻ ഭയങ്കരമായി പ്രോഫറ്റിനെ വിവേചിക്കുന്നവനും അളക്കുന്ന വ്യക്തിയുമാണ്. ഇദ്ദേഹം ഒരാളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ആരാ എന്തിനാന്ന് ഒരു ഇൻഫർമേഷനും തരത്തില്ല. ആൾ വന്ന ഉടനെ പറയും, ഇന്നാളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ആമേൻ. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മെ ഒരു ആൾ ലഞ്ചിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്, നമുക്ക് ഉച്ചയ്ക്ക് ഹോട്ടലിൽ ലഞ്ച് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ കഴിക്കാൻ പോയപ്പം അദ്ദേഹം ഒരു ചൈനീസ് ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ചൈനീസാ. ആമേൻ. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനുമാണ്. ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ലല്ലോ, ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്, ഞാൻ മിണ്ടാതിരിക്കുന്നു. ആമേൻ. കഴിച്ചു. ആഹാരമെല്ലാം കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആ ഹോട്ടലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും അദ്ദേഹമായിരുന്ന ആത്മീയ താലവും ഇതെല്ലാം ഇങ്ങനെ വെളിപ്പെട്ടു. ചിലരുടെ ധാരണയൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പ്രവചിക്കുന്നതാണെന്ന്. അത് വേറൊരു കുഴപ്പം. അപ്പം ഇങ്ങനെ വരുന്ന ആളോട് ആര് പറഞ്ഞു തരാൻ? അയ്യോ, നമ്മുടെ ആത്മമണ്ഡലം കാണിക്കുന്ന അതൊക്കെ കാണുമ്പോൾ ഞങ്ങളെ പോലെയുള്ള പ്രവാചകന്മാർ എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിക്കുക നിങ്ങൾ. അപ്പം ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലേഷ്യയിലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രസ്പിക്ടർ, പേരും പറയണോ, പാസ്റ്റർ പൊന്നി, ഇത്ര അറിഞ്ഞാൽ മതിയല്ലോ, വേണമെങ്കിൽ അന്വേഷിച്ചോ. സ്തോത്രം. ആ മനുഷ്യൻ പെട്ടെന്ന് ഒരാളെൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആര് പറഞ്ഞുതരാൻ ഈ പുള്ളിയുടെ അഡ്രസ്സ്, ആര് പറഞ്ഞുതരാൻ ഇദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേറ്റ്, ആര് പറഞ്ഞുതരാൻ ഇദ്ദേഹത്തിൻ്റെ പേര്? ഞാൻ പ്രവചിച്ചു. അദ്ദേഹത്തിന് എല്ലാ ദൂതും പറഞ്ഞു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, 23 എന്നൊരു ഡേറ്റ് കർത്താവിനെ കാണിക്കുന്നു, ഒരു പേപ്പർ വർക്ക് നടക്കും എന്നൊരു ദൂതും കൂടി പറഞ്ഞു. പ്രാർത്ഥിച്ച് ഞങ്ങൾ എഴുന്നേറ്റു. ഉടനെ ഇദ്ദേഹം കൈ എടുക്കാൻ പോകുമ്പോൾ ഈ പാസ്റ്ററിനോട് പറഞ്ഞിരിക്കുക, എല്ലാ ദൂതും പെർഫെക്റ്റാണ്, പക്ഷേ ആ 23 എന്ന ഡേറ്റ് മാത്രം എന്തോ ഒരു ഡൗട്ട് എനിക്ക്. കാരണം ആ പേപ്പർ വർക്ക് നടക്കേണ്ട ഡേറ്റ് 14-ാം തീയതിയാണ്, 14 ആ പേപ്പർ വർക്ക് നടക്കേണ്ട ഡേറ്റ്. പക്ഷേ ഈ ദൈവദാസൻ പറഞ്ഞ 23 അതിൽ മാത്രം എനിക്കൊരു ഡൗട്ട്, ബാക്കിയെല്ലാം കറക്റ്റ് ദൂത. ഓക്കെ അല്ലേ, വെരി ഗുഡ്, സാരമില്ല, അത് ഒന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, വിട്ടേക്കാം എന്ന് പറഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ആമേൻ, ഈ ദൈവദാസനോട് ടെസ്റ്റിമണി പറഞ്ഞു, പാസ്റ്ററെ ക്ഷമിക്കണം, പാസ്റ്റർ അന്നൊരു ബിസിനസ്സുകാരനോട് പ്രാർത്ഥിച്ചപ്പം 23 എന്നൊരു ഡേറ്റ് പറഞ്ഞു കണ്ടോ, ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങിയപ്പം ഈ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാ അദ്ദേഹം കൈ കഴുകാൻ പോയത്. പക്ഷെ പാസ്റ്റർക്ക് അറിയണോ, പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 14-ാം തീയതി ആ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ 14-ാം തീയതി നടക്കേണ്ട പേപ്പർ വർക്ക് 14-ാം തീയതി നടന്നില്ല, അത് 23-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന്. 23-ാം തീയതി 4 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പ്രവാചകൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ എൻ്റെ പേപ്പർ വർക്ക് നടന്നു പാസ്റ്ററെ. നിങ്ങൾ പിടികിട്ടിയോ? 14-ാം തീയതി നടക്കുന്നതിന് 23ക്ക് ഷിഫ്റ്റ് ചെയ്യാനും പ്രവാചകൻ പ്രവചിക്കുന്ന ആത്മാവിന് കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകളാടിച്ച് കർത്താവിനെ ആത്മാവിൽ സ്തോത്രം ചെയ്യും? ഈ ദൈവമനുഷ്യൻ ഒരു ഹൈന്ദവ സഹോദരനെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തി. പ്രാർത്ഥിക്കാൻ പറഞ്ഞ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സകല ചരിത്രങ്ങളും പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി. ഞാനതെല്ലാം കൈമാറിയ ഉടനെ നിറഞ്ഞ
നിറകണ്ണോടെ ആ മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോൾ പറയുവാൻ, ഈ പുള്ളി ആരാണെന്ന്, ഇദ്ദേഹത്തോട് നീ എന്താ പറഞ്ഞെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ പറയും. ഇതാണ് നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. കേട്ടതും കണ്ടതും അറിഞ്ഞതും വെച്ച് ആത്മാവിനെ അളക്കരുത്. അതിനപ്പുറത്തൊരു ആത്മതലം ഉണ്ട് എന്നുള്ളതിനെ സഭയ്ക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഒരു എക്സ്ട്രീം ലെവൽ ഇതിനകത്ത് ഓപ്പൺ ആകും. ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്ക് തിരിയ്. എന്നാൽ സഭയ്ക്കകത്ത് ചില എക്സ്ട്രീം ലെവലുകൾ ഓപ്പൺ ആകുമെന്ന്. കൈകൾ അടിച്ച അന്യ ഭാഷകളിൽ ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്ക പ്രാർത്ഥിക്ക പ്രാർത്ഥിക്ക. അധര ജനധര ചരക സീധന റിയാധര കസ്മധന ലരബ ശാമവർധന രബദി ഹൽക്കന യകർമധരല പ്രബദി ബഹതസ്മധന ലറ്റൽ പ്രബോധഘടക ജഗസ്മനി യാദര കർമ്മവധനിയ പ്രഭാതവേദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് ഏതൊക്കെ മേഖലകൾ ചലിക്കാൻ ലോക്കായോ ആ മേഖലകളിലെല്ലാം ഇന്ന് പകൽ അൺലോക്കിംഗ് സംഭവിക്കട്ടെ. അൺലോക്കിംഗ് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ, കൃപാവര ശുശ്രൂഷകളെ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയോ ചെയ്തവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് ഇന്ന് പകൽ ആത്മമണ്ഡലം തുറന്നുവിടാൻ പരിശുദ്ധാത്മാവേ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് അസാധാരണമായി ഇതിനകത്ത് ചലിക്കുക. ഹല്ലേലൂയ. നമ്മൾ എന്താണോ വാഞ്ചിക്കുന്നത്, നമ്മൾ എന്താണോ ദാഹിക്കുന്നത്, അതേ പരിശുദ്ധാത്മാവ് ചെയ്യത്തുള്ളൂ. നമ്മുടെ ആഗ്രഹവും ദാഹമില്ലാത്തതൊന്നും പരിശുദ്ധാത്മാവ് കൈമാറത്തില്ല. ഞാൻ ഈ പകൽ കൈമാറുന്നു. നിങ്ങളോട് പറഞ്ഞ ദൂതുകളും ആലോചനകളും പരിശുദ്ധാത്മാവ് നിവർത്തിച്ചിരിക്കും. പ്രവാചകന്മാരോട് കൈമാറിയതൊന്നും തറ വീഴത്തില്ല. അത് ലേറ്റായാൽ ഉറപ്പായിട്ട് നടന്നിരിക്കും. ആമേൻ. അതിന് നിങ്ങൾ എന്ന വ്യക്തിയെ നിങ്ങൾ ഒരുക്കുക. ആമേൻ. 8-ാമത്തെ വയസ്സിൽ പറഞ്ഞ ദൂത് 24-ാമത്തെ വയസ്സിൽ നടക്കണമെങ്കിൽ, അബ്രഹാമിനോട് കാലങ്ങൾക്ക് മുമ്പേ നടന്ന ദൂത് 6000-5000 വർഷം കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ദൂതുകൾ നാം മരിച്ചാലും ദൈവശബ്ദങ്ങൾ മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറയും? ഇതിനകത്ത് ആരോടൊക്കെയോ പറഞ്ഞ പ്രവചന ദൂതുകൾ നിവർത്തീകരിക്കപ്പെടുന്ന വർഷമാ 2025. ഞാൻ സഭയോട് ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങളുടെ ആത്മതലം പരിശുദ്ധാത്മാവ് തുറക്കും. ആത്മാവ് നിങ്ങളുടെ കൈമാറിയ ചില ദൂതുകൾ നിവർത്തിക്കും. അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവർ ആമേൻ പറയുക. ഈ ബിനോ പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞൊരു ദൂത് നടന്നു, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് കർത്താവ് ഒരു നന്മ തന്നു വന്ന്. പിന്നെ പറഞ്ഞു ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു വഴിയില്ലായിരുന്നു, ഒരു വഴി കിട്ടിയെന്ന്. പിന്നെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ എനിക്കൊരു മെസ്സേജ് ഇട്ടു. എന്നെ വിളിച്ചൊന്നുമില്ല, എനിക്കൊരു മെസ്സേജ് ഇട്ടേ പാസ്റ്റർ പറഞ്ഞൊരു ദൂത് നടന്നു, പറഞ്ഞ പോലെ ഒരു യാത്ര ഒരുങ്ങി ഞാനങ്ങ് പോവുകയെന്ന്. പിന്നെ പോയിട്ട് വന്നിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. ആ മനുഷ്യന് നടന്നില്ലേ? അപ്പം എന്താ നിങ്ങൾക്ക് നടക്കാത്തേ? ടെസ്റ്റിമണി സഭയ്ക്കകത്തില്ലേ? അപ്പം നിങ്ങൾക്ക് എന്താ നടക്കാത്തേ? ഹല്ലേലൂയ. ഈ പിതാവിൻ്റെ മോനാണ് ഇദ്ദേഹം, ഈ സുനിൽ പാസ്റ്റർ. ഈ പിതാവിന് തൻ്റെ സകല അനുഗ്രഹങ്ങളും ഈ മോന് കൊടുക്കണമെന്നതാണ് ആഗ്രഹം. പക്ഷേ ഈ അപ്പൻ ആഗ്രഹിക്കുന്ന മോനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം പാസ്റ്ററായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഈ അപ്പൻ ആഗ്രഹിക്കുന്ന മോനായിട്ട് ഇദ്ദേഹം ഇല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറെ പാസ്റ്ററായിരിക്കും. അപ്പന് ആഗ്രഹം എൻ്റെ കുഞ്ഞിന് കൊടുക്കുമെന്നൊക്കെ അന്നേ പറഞ്ഞു. പക്ഷെ കുഞ്ഞതിനൊരുക്കമില്ല. എങ്ങനെ കിട്ടും? ഇനി രണ്ടാമതൊരു ദൂതും കൂടി പറയാം. ഈ പിതാവിൻ്റെ മോനാണ് ഇദ്ദേഹം. അദ്ദേഹം എന്തും ആയിക്കോട്ടെ, നിങ്ങളൊരു 100 പേർ ഈ മോനെക്കുറിച്ച് ഈ അപ്പനോട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ അപ്പൻ്റെ ഹൃദയം സന്തോഷിക്കത്തില്ല, തൻ്റെ മോനെക്കുറിച്ച് ദുഃഖിക്കും. ആ ദുഃഖം നിങ്ങൾക്കൊരു ശാപമായി വന്ന് വീഴും, നിങ്ങൾക്കൊരു ഭാരമായി വന്ന് വീഴും. അടുത്ത് നിങ്ങൾ ഈ അപ്പൻ്റെ അടുക്കൽ സംസാരിക്കാൻ വന്നാൽ അപ്പൻ നിങ്ങളിൽ നിന്ന് അകലും. എന്തിനാണെന്നറിയാവോ? എൻ്റെ മോനെക്കുറിച്ച് കുറ്റം പറയാനാണ് വരുന്നതെന്ന്. നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല.
ഇത് തന്നെ സ്വർഗീയ പിതാവും. നിങ്ങൾ പിടികിട്ടിയോ? ഈ ദൈവസഭയ്ക്ക് ശുശ്രൂഷകനായി ഒരാളെ അപ്പോയിൻമെൻ്റ് ചെയ്തതും ദൈവരാജ്യത്തിന് ഒരാളെ ശുശ്രൂഷകനായി അപ്പോയിൻമെൻ്റ് ചെയ്തതും മനുഷ്യനല്ല, ദൈവമാണത്. അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ മനുഷ്യർക്ക് സന്തോഷമായിരിക്കാം, പക്ഷേ യജമാനന് വേദനിക്കും. അതുകൊണ്ടാണ് യജമാനൻ ചിലരോട് പ്രവചിക്കാത്ത, ചിലരോട് സംസാരിക്കാത്ത. പിടികിട്ടിയോ നിങ്ങൾക്ക്? കാരണം നിങ്ങൾ സംസാരിച്ചാൽ അതിനെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ദൈവം അകന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ചില അനുഗ്രഹങ്ങൾ വരാത്ത. ഇതെല്ലാം സഭ ഇന്നൊന്ന് കറക്റ്റ് ചെയ്താൽ ജനാത്മാവിൽ കൈമാറും ഒരു ഭയങ്കര തലം കർത്താവ് നിങ്ങൾക്കായി തുറക്കും, ഉറപ്പായിട്ടും തുറക്കും. ആസ് എ പ്രോഫറ്റ് ഐ പ്രൊഫസൈ നൗ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിങ്ങൾക്ക് കർത്താവ് അത് ചെയ്യും. എത്ര പേർ കൈകൾ അടിച്ച് ആമേൻ 1-2 മിനിറ്റുകൾ ആമേൻ യാഗപീഠം പുതുക്കി പ്രാർത്ഥിക്കും, യാഗപീഠം പുതുക്കി പ്രാർത്ഥിക്കും. ഒന്ന് കറക്റ്റ് ചെയ്തേ. അർത്ഥന സിദ്ധൽ പ്രഭതി അടയൽ കരാസ്മന വേദി കർമ്മവദനി അധന്മര പ്രഭജഘടക ശംഭൽ വൈഡ പ്രഭാത യാഥാരഭ ശേഖേനിയ. ലോകവ്യാപകമായി ഞാൻ സഞ്ചരിക്കുമ്പോൾ പല ദൈവമക്കളും പറയുന്ന കാര്യമാണ്. എന്നോട് പറഞ്ഞ ദൂത് നടന്നില്ല, പ്രവചനം നടന്നില്ല, ആമേൻ, കാര്യങ്ങൾ നടന്നില്ല, പ്രവാചകന്മാർ പ്രവചിച്ചു, ആമേൻ, മനസ്സിലാക്കാൻ പറ്റിയില്ല, ആമേൻ. അതിൻ്റെ ആൻസറാ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവചനം നടക്കാത്തത് ദൈവത്തിൻ്റെ കുഴപ്പമായിരിക്കത്തില്ല, പ്രവാചകന്റെ കുഴപ്പമായിരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ചലിക്കാൻ വേണ്ടിയായിരിക്കും. ഇന്ന് പകൽ കർത്താവിനോട് ഒരുപക്ഷെ അങ്ങനെ ചോദ്യമുള്ളവർ ഇതിനകത്തും കാണാം. കാരണം ആയിരക്കണക്കിന് ദൂതുകൾ കേൾക്കുന്നവരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈമാറുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ദൈവത്തിന്റെ റൈറ്റ് ടൈമിന് ഞാൻ വെയിറ്റ് ചെയ്യാം, പക്ഷെ ഞാൻ ഒരിക്കലും നാവ് കൊണ്ട് പാപം ചെയ്യത്തില്ല എന്ന്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ ഈ 4 അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അടുത്ത പരിശുദ്ധാത്മാവ് ആരെന്ന് പിടികിട്ടിയല്ലോ. 1 ദൈവമാണ്. 2 പരിശുദ്ധാത്മാവ് പവർഫുൾ പേഴ്സൺ, ശക്തിയുള്ള വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ അസാധാരണമായ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. ശക്തിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന 2 അർത്ഥങ്ങൾ. 1 ഡുനാമിസ് പവർ എന്നാണ്. ഡുനാമിസ് മീൻസ് ആമേൻ, നിയന്ത്രിക്കാൻ കഴിയാത്ത അസാധാരണമായ ശക്തി. രണ്ടാമത് ആമേൻ എന്തുവാ? ഡൈനമോ മീൻസ് പ്രൊഡ്യൂസിങ് മിഷൻ, പവർ പ്രൊഡ്യൂസിങ് മിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ശക്തി കുറയുമ്പോൾ ആവശ്യമുള്ള ശക്തിയെ പ്രൊഡ്യൂസ് ചെയ്ത് തരുന്ന മിഷൻ, അതിനാണ് ഡൈനമോ. ഇതിനെയാണ് ആമേൻ യവന ഭാഷയിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ശക്തി വരുമ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾ പൊട്ടും. ആമേൻ, ശരിക്കും പറഞ്ഞാൽ 14,000 വാട്ട്സ് പവറുള്ള ട്രാൻസ്ഫോമറിനെ തൊട്ടാൽ എന്ത് നടക്കും? അതിനപ്പുറത്ത് സ്വാധീനിക്കുന്ന ഒരു അനോയിന്റിങ്ങിന്റെ തലമുണ്ട്. അതാണ് ഹോളി സ്പിരിറ്റിന്റെ ശക്തി എന്ന് പറയുന്നത്. അടുത്ത ശക്തി പ്രാപിച്ചിട്ട് ആമേൻ ദേശത്തിന്റെ 4 ദിക്കിലും പോയി സാക്ഷികളാകും. സാക്ഷി എന്ന പദത്തിന് പറയപ്പെട്ടിരിക്കുന്ന പദം മാർട്ടസ് എന്നാണ്. മാർട്ടസ് എന്ന വാക്കിന്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തിനാണെന്ന് അറിയാമോ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രതികൂലങ്ങളെ അതിജീവിക്കാനാണ്. നിന്നയും ബുദ്ധിമുട്ടുകളെയും കഷ്ടതയും പ്രതികൂലങ്ങളെയും പിടിച്ചു നിൽക്കാനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതിന് ആത്മശക്തി. അതുകൊണ്ട് ഇത്രയും വർഷം ഞാൻ ആത്മാവിൽ നിൽക്കുന്നത്. എത്ര നിന്ദകൾ വന്നു, എത്ര അപമാനങ്ങൾ വന്നു. 9 പ്രാവശ്യം മരണത്തെ മുഖമുഖമായി ഫേസ് ചെയ്തു. 2010 മരിച്ചുവെന്ന് ജനം വിധി എഴുതി. ആമേൻ, അടുത്ത അടക്കാരാധനയ്ക്ക് ജനം ഒരുങ്ങി. ആമേൻ, മരണത്തെ മുഖമുഖം ഫേസ് ചെയ്തു. ആമേൻ, 3 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആമേൻ, ഉണ്ടായ നിന്ദകളും അപമാനങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊന്നും കുറച്ചൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും വിശ്വാസം ത്യജിക്കാതെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഇപ്പോഴും സഹായിച്ചു. കഷ്ടതയിൽ പിടിച്ചു നിൽപ്പാൻ ഒരു മാർട്ടസ്, ആമേൻ, കഷ്ടതയിൽ പിടിച്ചു നിൽപ്പാൻ ഒരു ഡുനാമിസ് പവർ എൻ്റെ അകത്ത് പതിഞ്ഞുവെന്ന്. അതാ ഹോളി സ്പിരിറ്റ്. പ്രശ്നം വരുമ്പോൾ ചാടിപ്പോകാനല്ല പരിശുദ്ധാത്മാവ്. പ്രശ്നം പോകുമ്പോൾ ആത്മഹത്യ ചെയ്യാനല്ല പരിശുദ്ധാത്മാവ്. പ്രശ്നത്തെ അതിജീവിക്കാനാ പരിശുദ്ധാത്മാവ്. അടുത്ത അഭിഷേകം നമ്മുടെ മേൽ വീഴുന്ന
ദൗത്യമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ മേൽ വീണ ദൗത്യമാണ് അഭിഷേകം എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. ദൗത്യം, നമ്മുടെ മേൽ വീഴുന്ന അഭിഷേകം. സ്തോത്രം. അഭിഷേകം വീണാൽ നമ്മുടെ മേൽ ഒരു ദൗത്യം വരും, ഒരു ഉത്തരവാദിത്യം വരും, ഒരു പദവിയിലേക്ക് നമ്മൾ കയറി വരും. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മാവ്, ശക്തി, അഭിഷേകം. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശുവിനെ പരിശുദ്ധാത്മാവും ശക്തിയും അഭിഷേകം ചെയ്തു. അതുകൊണ്ട് നന്മ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ നന്മ ചെയ്യും, ഭൂതങ്ങളെ പുറത്താക്കും. അപ്പം തിന്മ ചെയ്യുന്നവൻ പരിശുദ്ധാത്മാവുള്ളവനല്ല. ആമേൻ. ഭൂതങ്ങളെ പുറത്താക്കാത്തവൻ പരിശുദ്ധാത്മാവുള്ളവനല്ല. പരിശുദ്ധാത്മാവുള്ളവൻ നന്മ ചെയ്യും, പരിശുദ്ധാത്മാവുള്ളവൻ ഭൂതങ്ങളെ പുറത്താക്കും. ഒരാമേൻ പറഞ്ഞ കർത്താവിന്. ഇത് കാപ്പി, ഇത് വെള്ളമാ, കാപ്പിയായിട്ട് ഭാവിക്കുക. ഇത് കാപ്പി. ഈ കാപ്പിക്കകത്ത് കാപ്പിപ്പൊടി, വെള്ളം, പഞ്ചസാര, പാല്, ഇത് 4 ചേർന്നതാണ് കാപ്പി. ഞാൻ പഞ്ചസാര, പാല്, വെള്ളം കുടിച്ചു, കാപ്പിപ്പൊടി കുടിച്ചു എന്ന് പറയത്തില്ല, കാപ്പി കുടിച്ചെന്നേ പറയത്തുള്ളൂ. ഞാൻ കാപ്പി കുടിച്ചപ്പോൾ കാപ്പിപ്പൊടി മാത്രമേ എൻ്റെ അകത്ത് വന്നുള്ളൂ, പഞ്ചസാരയും പാലും വെള്ളവും ഒന്നും വന്നില്ല എന്ന് പറയാൻ പറ്റുമോ ദൈവാശ്രീ? പറ്റത്തില്ല. കാപ്പി കുടിച്ചാൽ, കുടിച്ചത് കാപ്പിയാണെങ്കിലും കാപ്പിയുടെ കൂടെയുള്ളതെല്ലാം അകത്ത് വരും, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന നസ്രായനായ യേശുവിൻ്റെ ദൈവം പരിശുദ്ധാത്മാവാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോൾ യേശുവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, അഭിഷേകം ഉണ്ടായിരുന്നു. അവൻ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ ചെയ്തു. ഇപ്പം ആ പരിശുദ്ധാത്മാവും ശക്തിയും അഭിഷേകവും യേശുവിലൂടെ എവിടെ ആയിരിക്കുന്നത്? നമ്മുടെ അകത്തായിരിക്കുന്നത്. അപ്പം നമ്മുടെ അകത്ത് എന്തൊക്കെയുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. അപ്പോൾ യേശുവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം come on. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ? സ്നാനപ്പെട്ട വ്യക്തിയാണോ? യേശുവിലുള്ളത് മുഴുവൻ നിങ്ങളുടെ അകത്തുണ്ട്. യേശു നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളുടെ അകത്ത് അഭിഷേകമുണ്ട്, നിങ്ങളുടെ അകത്ത് ശക്തിയുണ്ട്, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. യേശു പ്രവചിച്ചോ? നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും. യേശു ഭൂതങ്ങളെ പുറത്താക്കിയോ? നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും. യേശു രോഗികളെ സൗഖ്യമാക്കിയോ? നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. യേശു അത്ഭുതങ്ങൾ ചെയ്തോ? നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ നാമം അകത്ത് വരുമ്പോൾ നാമം മാത്രമല്ല, ആ നാമത്തിനകത്തുള്ളത് മുഴുവനാണ് നമ്മുടെ അകത്ത് വരുന്നത്. പിന്നെ ഇനി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അഭിഷേകത്തെ തരണേ എന്നതിന് വേണ്ടിയല്ല, നേരെ തിരിച്ച് എൻ്റെ അകത്തുള്ള അഭിഷേകം മാനിഫെസ്റ്റ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. ഒരാമയും പറഞ്ഞ് ക്രിസ്തുവിലുള്ളത് മുഴുവൻ വെളിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കണം. അന്യഭാഷ വെളിപ്പെടട്ടെ, പ്രവചനം വെളിപ്പെടട്ടെ, ഹീലിംഗ് വെളിപ്പെടട്ടെ, ഡെലിവറൻസ് വെളിപ്പെടട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കണം. വെളിപ്പെട്ടാൽ നിങ്ങൾ പ്രവചിക്കും, വെളിപ്പെട്ടാൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, വെളിപ്പെട്ടാൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്? എല്ലാ ഇരിപ്പിടത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഷധരാസ്മന യാദർക്കമാനവർദ്ധനാസ്മറ്റേനിയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. ഞാനൊരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാനായി എടുക്കുന്നു. സ്തോത്രം. ഈ പകൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഒരു ഇമ്പാക്റ്റേഷൻ നമ്മുടെ മേൽ വീഴാൻ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. എന്നെ വർഷിപ്പ് ചെയ്യാൻ ദൈവദാസന്മാരൊന്ന് സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ.